Good morning, students. നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിലുള്ള ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കൂ. The linear mass density of a non-uniform rod of length 1 meter is given by lambda in terms of x is equal to a into 1 plus bx square, where a and b are constants and the value of x, it is varying from 0 to 1. The center of mass of the rod will be at എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻറ്റർ ഓഫ് മാസ് അല്ലെ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസിന് ഹാവിൻ വി ലേൺ ദാറ്റ് ആർ സി എം ഇസ് ഈക്വൽ ടു 1/m ഇൻറ്റു m1r1 പ്ലസ് m2r2 പ്ലസ് എക്സെട്ര ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് വി കുഡ് റൈറ്റ് ഇറ്റ് ആസ് ആർ സി എം ഇസ് ഈക്വൽ ടു 1/m നമുക്ക് സിഗ്മ എം ഇൻറ്റു m1r1 പ്ലസ് m2r2 പ്ലസ് എക്സെട്രനെ നമുക്ക് സിഗ്മ എം ഐ ആർ ഐ അല്ലെങ്കിൽ ഇതിനെയും എം ഐ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഇത് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ മാസസ് തന്നിട്ട് ആ ഇൻഡിവിജ്വൽ മാസസിൽ നിന്ന് നമുക്ക് ആ ഒരു നെറ്റ് സിസ്റ്റത്തിൻ്റെ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ഫോമിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു നോൺ യൂണിഫോം റോഡാണ്. ഒരു നോൺ യൂണിഫോം റോഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഒരു ലെങ്ത് യൂണിഫോം അല്ലാത്ത ഒരു റോഡ്. ലെറ്റ് us have a non-uniform rod over here. നമുക്ക് ഇതാണൊരു നോൺ യൂണിഫോം റോഡ് എന്ന് കരുത്. ഇതിനെ ഞാൻ പേർപ്പസ്ഫുള്ളി ലെങ്ത് അല്ലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് മാറുന്ന രീതിയിലുള്ള റോഡാണെന്ന് വിചാരിച്ചു. ആ റോഡിൽ നമുക്ക് 0 to 1 വരെയാണ് ആ റോഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ റോഡിൻ്റെ ലെങ്ത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അത് ഒരു 1 മീറ്റർ ആണെന്നുള്ളത് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അതിൻ്റെ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. അതായത് ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. നമുക്ക് മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ ലാംഡ എന്ന് പറയുന്നത് അത് ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡി എം ഡിവൈഡഡ് ബൈ ഞാൻ ഇവിടെ ഡി എൽ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഡി എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ലാംഡ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലാംഡേനെ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്. കാരണം ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള റോഡും അതിനുള്ള ഇക്വേഷനൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് സിഗ്മ എം ഐ ആർ ഐ അതിന് പകരം ഇൻ്റഗ്രൽ ഓഫ് നമുക്ക് എക്സ് ഡി എം അല്ലെങ്കിൽ ലെറ്റ് മീ റൈറ്റ് ഇൻ്റഗ്രൽ ഓഫ് ആർ ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഓഫ് ഡി എം. ഈ ഒരു ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുക. സിഗ്മ എമ്മിന് പകരം നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഡി എമ്മും അതേപോലെ സിഗ്മ എം ഐ ആർ ഐക്ക് പകരം ഇൻ്റഗ്രൽ ഓഫ് ആർ ഡി എം. ഇവിടെ ഈ റോഡ് എക്സ് ആക്സിസിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ ഇൻ്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഓഫ് ഡി എം ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം തൽക്കാലം ഇങ്ങനെയുള്ള കുറച്ച് പ്രീവിയസ് നോളജ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് ഇനി ഞാൻ ഇതൊക്കെ മായച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വേണ്ട ഫോമുല മാത്രം എഴുതാം. അപ്പം സോ വി ആർ ഹാവിങ് എ നോൺ യൂണിഫോം റോഡ്. അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫോമുല ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഓഫ് ഡി എം. അതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ളത്
ലാംഡ എന്ന് പറയുന്നതിന് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് എ ഇൻറ്റു 1 പ്ലസ് ബി എക്സ് സ്ക്വയർ അല്ലേ. ഇത് ലാംഡയാണ്. ആ ലാംഡ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം. as I have mentioned, ആ ലാംഡ എന്ന് പറയുന്നത് dm ഡിവൈഡഡ് ബൈ dx ആണ് അല്ലേ. ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് dm is equal to ആണെങ്കിൽ a ഇൻറ്റു 1 പ്ലസ് bx സ്ക്വയർ dx. Can I write like this? അങ്ങനെയാണെങ്കിൽ ആ ഡി എമ്മിൻ്റെ വില നമുക്കിതാ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ if we are substituting that particular value, that is the value of dm over here, അങ്ങനെയാണെങ്കിൽ integral of x into ആ ലാംഡയുടെ അല്ലെ ഡി എമ്മിൻ്റെ വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ a 1 പ്ലസ് ബി എക്സ് സ്ക്വയർ dx whole divided by integral of a into 1 plus bx square dx. We could write like this. ഇനി നിങ്ങൾ ഈ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ a ക്യാൻസൽ ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ then what we are going to do over here is we are just going to integrate this. Integrate ചെയ്യുന്നതിന് മുന്നേ അതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് integral of x plus bx cube dx whole divided by integral of 1 plus bx square dx ഇങ്ങനെ കിട്ടും. ഇനി ആസ് വി നോ ഇൻ്റഗ്രേഷൻ നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഇത് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ബി എക്സ് ക്യൂബ് ഡി എക്സിൽ ബി കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ഡി എക്സ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ആ ഇൻ്റഗ്രേഷനായി. ഇനി നമുക്കിവിടെ ഇത് ഏത് ഡിസ്റ്റൻസ് മുതൽ ഏത് ഡിസ്റ്റൻസ് വരെയാണ് നമ്മളുടെ ആ ഒരു എക്സ് അല്ലെങ്കിൽ ആ ഒരു ലെങ്ത്ത് വേരി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 0 to 1 വരെയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഫ്രം 0 to 1 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വി ജസ്റ്റ് ഹാവ് ടു പുട്ട് എ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പം ഇവിടെ നമ്മൾ ഫ്രം 0 to 1 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ ഇഫ് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് 1 into dx എന്നാൽ dx, ഇൻ്റഗ്രൽ ഓഫ് dx എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ബി എക്സ് സ്ക്വയർ ഡി എക്സിൽ ബി കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എക്സ് ക്യൂബ് ബൈ 3. അവിടെയും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് വിത്തിൻ ദ ലിമിറ്റ് 0 to 1 എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇഫ് യു ആർ റൈറ്റിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓവർ ഹിയർ, നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ആ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് ലോവർ ലിമിറ്റിൻ്റെ കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെയും ലോവർ ലിമിറ്റ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് എക്സിന് പകരം 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഓവർ ഹിയർ ഇസ് 1/2 പ്ലസ് ബി ഇൻറ്റു 1 സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ b/4 അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെയും എക്സിന് പകരം 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് b/3 അങ്ങനെ കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാന്നാൽ ഇഫ് യു ആർ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈയിങ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഇൻ ടു എ സിംഗിൾ ഫ്രാക്ഷൻ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് 4 പ്ലസ് ബി ഡിവൈഡഡ് ബൈ 4 2s are 8 അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ബി ഹോൾ ഡിവൈഡഡ് ബൈ 3. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 4 പ്ലസ് ബി ആണോ അല്ല 4 പ്ലസ് 2b അല്ലേ, മൾട്ടിപ്ലൈ അല്ലേ. 4 പ്ലസ് 2b ഡിവൈഡഡ് ബൈ 8 ഹോൾ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ബി ഹോൾ ഡിവൈഡഡ് ബൈ 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക്
ഈ 4+2b ഡിവൈഡഡ് ബൈ 8ൽ നിന്ന് ഒരു 2നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്നും കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ വി കുഡ് റൈറ്റ് ഇറ്റ് ആസ് 2+b ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഇനി ഇതിനെ മേലോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലിനോട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 3+b. കാൺ വി റൈറ്റ് ലൈക്ക് ദിസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ആർ ഗെറ്റിംഗ് ആൻ ആൻസർ ലൈക്ക് ദിസ് ആൻഡ് ലെറ്റ്സ് കമ്പയർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഓപ്ഷൻ എ അല്ലേ? സോ വി ആർ ഗെറ്റിംഗ് ദ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വി കുഡ് സേ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ് 1/m × m1r1 + m2r2 + എക്സെട്ര അപ് ടു mnr എന്നുള്ള ഫോമുല ഉണ്ടായിരുന്നെങ്കിൽ ഒരു നോൺ യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു സാധനത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സാധനമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു റോഡാണെങ്കിൽ ആ റോഡിന് എന്ത് ചെയ്യുന്നതിനാൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലീനിയർ മാസ് ഡെൻസിറ്റിയാണ്. ലാംഡ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് +2ലൊക്കെ ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ലീനിയർ ചാർജ് ഡെൻസിറ്റിയെ ലാംഡ, അത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ, വോളിയം ചാർജ് ഡെൻസിറ്റി റോ, ചാർജ് പെർ യൂണിറ്റ് വോളിയം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ ഒരു റോഡിൻ്റെ കേസിൽ നമുക്ക് ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്, അല്ലെങ്കിൽ dm/dx ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഒരു ഷീറ്റിൻ്റെ കേസിലാണെങ്കിൽ അതിൽ സർഫസ് മാസ് ഡെൻസിറ്റി ഉണ്ടാവും, അതിന് സിഗ്മ ആണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ആയിരിക്കും കേട്ടോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു റിമെമ്പർ റിഗാർഡിങ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇഫ് വി ആർ മൂവിങ് ഓവർ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. അതായത് എ റോപ്പ് ഓഫ് നെഗ്ലിജിബിൾ masses wound around a hollow cylinder of mass 3 kg and radius 40 cm. If the rope is pulled with a force of 30 Newton, then the angular acceleration produced on the cylinder is. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് they have given us mass. അപ്പം നമുക്ക് മാസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 3 kg. ആയിക്കോട്ടെ. അതേപോലെ തന്നെ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ തന്നിട്ടുണ്ട് അല്ലേ? ആ സിലിണ്ടർ എങ്ങനെയാണ്? ഹോളോ സിലിണ്ടർ. അപ്പം നമുക്കറിയാം ഒരു ഹോളോ സിലിണ്ടർ ആണെങ്കിലും ഒരു സർക്കുലാർ റിംഗ് ആണെങ്കിലും അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹോളോ സിലിണ്ടറിനും സർക്കുലാർ റിങ്ങിനും ഒരേ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ് അത് റോൾ ചെയ്യുന്ന സമയത്ത്. സോളിഡ് സിലിണ്ടറിനും അതേപോലെ സർക്കുലാർ ഡിസ്കിനും ഒരേ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ് ഇത് റോൾ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഇവിടെ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ സർക്കുലാർ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഹോളോ സിലിണ്ടറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയും സർക്കുലാർ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയൊക്കെ റോൾ ചെയ്യുന്ന സമയത്ത് mr² ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? The moment of inertia of a circular ring or a hollow cylinder is mr². So you just have to use I is equal mr² over here. ആയിക്കോട്ടെ. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ mr² ആണെന്നറിയാം. അതിലുള്ള m തന്നിട്ടുണ്ട് r എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് 40 × സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻² മീറ്റർ എങ്ങനെ ചെയ്തല്ലേ? ആയിക്കോട്ടെ. അത് it is pulled with a force of 30 Newton, then angular acceleration produced on the cylinder. അതായത് നമുക്ക് ഈ സിലിണ്ടറിൻ്റെ മേലെ സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്നാൽ നിങ്ങൾ ചില മോട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതായത് മോട്ടറിൻ്റെ ആ ഒരു പിസ്റ്റൻ്റെ മേലെ നമുക്കിങ്ങനെ ഒരു റോഡ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ആ റോഡിൻ്റെ മേലെ ഒരു കയർ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ച് വലിച്ച് സ്റ്റാർട്ടാക്കും ഇല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ സിലിണ്ടറിനെ ഞാനിങ്ങനെ ക്രോസ് സെക്ഷൽ വ്യൂ ഇങ്ങനെ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു കയർ വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മളവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പം ആ സിലിണ്ടറിൻ്റെ മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കയറിൻ്റെ മേലെ ഇങ്ങനെ ഒരു ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അത് എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇവിടെ റേഡിയൽ ഡിസ്റ്റൻസ് r ഇങ്ങനെയാണ്. റേഡിയൽ ഡിസ്റ്റൻസിൻ്റെ ഡയറക്ഷൻ കാണുന്നില്ലേ? അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങനെയാണ്.
റേഡിയൽ ഡിസ്റ്റൻസും ഫോഴ്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് എത്രയാണ്? ആ ഫോഴ്സ് ലെറ്റ്സ് സേ ഇറ്റ് ഈസ് 30 ന്യൂട്ടൺ ആണ്. ദെൻ ആംഗുലാർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ്, അതായത് ആൽഫയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ ഇതേമാതിരി തന്നെ മാർക്ക് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഈ ഒരു സിലിണ്ടർ എന്ത് ചെയ്യും? സിലിണ്ടർ കറങ്ങും. സിലിണ്ടർ കറങ്ങുമെങ്കിൽ സിലിണ്ടറിന് മേലെ ഒരു ടോർക്ക് ഉണ്ടാവും. ടോർക്ക് ഉണ്ടാവുമെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി മൈറ്റ് ഹാവ് ലേൺഡ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അങ്ങനെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോർക്ക് സിക്കൽ ഐ ആൽഫ, ടോർക്ക് സിക്കൽ ആർ ക്രോസ് എഫ് എന്നുള്ള റിലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻ ഐ റൈറ്റ് ഐ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്? ഇവിടെ നമുക്കറിയാം റേഡിയൽ ഡിസ്റ്റൻസും അപ്ലൈഡ് ഫോഴ്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ക്രോസ് എഫിന് നമുക്ക് ആർ ഓഫ് സൈൻ 90, സൈൻ 90 1 ആയതുകൊണ്ട് നമുക്ക് ആർ എഫ് എന്നൊക്കെ എഴുതാം. സോ ഐ കുഡ് റൈറ്റ് ഇറ്റ് ആസ് ഐ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് എഴുതിക്കൂടെ? അതിൽ നമ്മളെ ലക്ഷ്യം ആൽഫ കണ്ടുപിടിക്കലാണ്. അങ്ങനെയാണെങ്കിൽ വി കുഡ് റൈറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു ആർ എഫ് ഡിവൈഡഡ് ബൈ ഐ എഴുതാം. അതിൽ ഐ ആരാണ്? കറണ്ട് ആണോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണോ? ഐ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ് അല്ലേ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ ഇവിടെ സിലിണ്ടറിൻ്റെ കേസിൽ, അതായത് ഹോളോ സിലിണ്ടറിൻ്റെ കേസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഇസിക്കൽ എം ആർ സ്ക്വയർ എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വി കുഡ് റൈറ്റ് ആർ എഫ് ഡിവൈഡഡ് ബൈ ഐക്ക് പകരം എന്ത് കൊടുക്കാം? ഐക്ക് പകരം നമ്മൾ കൊടുക്കാം എം ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഒരു ആറും ഒരു ആർ സ്ക്വയറും വെട്ടിക്കളയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഡിവൈഡഡ് ബൈ എം ആർ എന്നുള്ള റിലേഷനിലേക്ക് എത്തിയില്ലേ? നമുക്ക് ഒരു ഫിസിക്സിൽ പ്രോബ്ലംസ് ചെയ്യുമ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഇതാണ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ആദ്യമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾക്ക് ഒരു ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തെറ്റാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് നമുക്ക് ഇനി വേറൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ ടോർക്കിൻ്റെ അല്ലെ ആംഗുലാർ ആക്സിലറേഷൻ്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് SI യൂണിറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കറക്റ്റ് SI യൂണിറ്റ് അല്ലാത്ത സാധനങ്ങളെ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു കറക്റ്റ് SI യൂണിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സോ ഇഫ് ദാറ്റ് ഇസ് ദ സിറ്റുവേഷൻ മീൻസ്, അതാണ് നമ്മുടെ സിറ്റുവേഷൻ എങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആ ഫോഴ്സിന് പകരം 30 ഡിവൈഡഡ് ബൈ എം ആർ. എം എത്രയാണ്? 3 കിലോഗ്രാം ഇൻറ്റു ആർ എന്ന് പറയുന്നതിനെ 40 ഇൻറ്റു 10 to the power minus 2. If you are substituting these values, we are going to get an answer അല്ലേ? നമുക്ക് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് എന്ത് കിട്ടും? we are going to get, സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് we are going to get 25. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു സിലിണ്ടർ അല്ലെ ഇതേമാതിരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഹോളോ സിലിണ്ടർ എന്നാണ് തന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ എം ആർ സ്ക്വയർ എന്ന് എടുത്തത്. അതല്ല നമ്മളുടെ ചോദ്യത്തിൽ വെറുതെ ഒരു സിലിണ്ടർ എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്ത് വിചാരിച്ചോ. ഇഫ് ദേ ഹാവ് മെൻഷൻഡ് ഓൺലി സിലിണ്ടർ ഇൻ അവർ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ സോളിഡ് സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. സിലിണ്ടർ എന്ന് മാത്രമാണ് ഒരു ചോദ്യത്തിലുള്ളതെങ്കിൽ നമ്മൾ ആ സിലിണ്ടറിനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സോളിഡ് സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ അത് ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോളോ സിലിണ്ടർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഫോർമുല നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് points is likely the position of the center of mass of the system shown in figure. അപ്പം നമ്മളോട് ഈ ഒരു ഡയഗ്രം തന്നിട്ട് ആ ഒരു ഡയഗ്രത്തിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സെൻറ്റർ ഓഫ് മാസ്? ദ ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റ് വേർ ദ എൻറ്റയർ മാസ് ഓഫ് സിസ്റ്റം ഇസ് assumed to be concentrated അല്ലേ? ഒരു സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റിനാണ് എന്ത് വിളിക്കുക നമ്മൾ? സെൻറ്റർ ഓഫ് മാസ് അല്ലേ? ഒരു സബ്സ്റ്റൻസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടേക്കാണ് ഉണ്ടാവുക?
അതിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള സ്ഥലത്തേക്കാണ് ആ സബ്സ്റ്റൻസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യുക. അറിയാമല്ലോ, ഒരു ഹാമറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? അതിൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ അടുത്തായിരിക്കുമോ അതോ ഒരു മെറ്റാലിക് പാർട്ടിൻ്റെ അടുത്തായിരിക്കും? അതിൻ്റെ മെറ്റാലിക് പാർട്ടിൻ്റെ അടുത്ത്. എന്തുകൊണ്ട്? അതിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ അവിടെയൊക്കെയാണ് കൂടുതൽ അല്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള സ്ഥലത്തേക്കാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നമുക്ക് കാണാം ഇതെന്താണ്? ദിസ് ഇസ് എ ഹോളോ സ്പിയർ അല്ലേ. ആ ഹോളോ സ്പിയറിൽ പകുതി ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? സാൻഡ് വഴി ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പകുതി വരെ അതിൽ സാൻഡ് ഉണ്ട് അല്ലേ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നൊരു പോയിന്റ് കാണാം, ബി എന്ന് പറയുന്ന പോയിന്റ് കാണാം, സി എന്ന് പറയുന്ന പോയിന്റ്, ഡി എന്ന് പറയുന്ന പോയിന്റ് കാണാം അല്ലേ. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സോളിഡ് സ്പിയർ ആയിരുന്നെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും, അതായത് ബിയിലായിരിക്കും. പക്ഷെ ഇതൊരു സോളിഡ് സ്പിയർ അല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്തായാലും ബിയിൽ അല്ല. കാരണം അതിൽ പകുതി ഭാഗം സാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബി എന്നുള്ള ഉത്തരം തെറ്റാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ സാൻഡ് ഫില്ല് ചെയ്ത സ്ഥലത്തല്ലേ മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ളത്, അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസ് ഒരിക്കലും എയുടെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലല്ലോ, ഇല്ല, അതും പോയി. ഇനി എന്ത് ചെയ്യുന്നതെന്നാൽ ഇവിടെ ഇതിൻ്റെ പിന്നെ ബാക്കി നിൽക്കുന്നത് സി എന്ന് പറയുന്ന പോയിന്റും ഡി എന്ന് പറയുന്ന പോയിന്റും. എന്തായാലും ഒരു സ്പിയർ അല്ലേ, ആ സ്പിയറിന് അതിൻ്റെ മെറ്റീരിയലിനോട് ഒരു മാസ് ഉണ്ടാവുമല്ലോ ഇല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഒരു സാൻഡ് ഉണ്ട്, ഇവിടെ സാൻഡ് മാത്രം തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു ഹെമിസ്പിയർ ആയിരിക്കും. ഹെമിസ്പിയർ ആണെങ്കിൽ അതിൻ്റെ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഒരിക്കലും വരില്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വി ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റും വരില്ല, സോ ഇറ്റ് കുഡ് ബി സി അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ അപ്പോൾ എവിടെയായിരിക്കും? സിയിലായിരിക്കും ആണ്. ഇവിടെ കറക്റ്റായിട്ട് ഏത് പോയിന്റിലാണെന്ന് പിൻ പോയിന്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഈ ഒരു കൺസെപ്റ്റ് ഇതാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ദ ടോട്ടൽ മാസ് ഓഫ് സിസ്റ്റം ഇസ് എസ്യൂം ടു ബി കോൺസെൻട്രേറ്റ്. ആ പോയിന്റാണ് സെൻറ്റർ ഓഫ് മാസ്. ഇറ്റ് കുഡ് ബി ഇൻസൈഡ് ദ സിസ്റ്റം, ഔട്ട്സൈഡ് സിസ്റ്റം, ഓർ ഇറ്റ് കുഡ് ബി ഓൺ ദ സെൻറ്റർ ഓഫ് ദ സിസ്റ്റം ഓൾസോ. ഇൻ ദിസ് കേസ് അതിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് സിയിലായിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പം നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അല്ലേ. ഇനി let's move on to our next question. Okay, you could see a question over here. A non-uniform bar of weight W and length L is suspended by two strings of negligible weight as shown in figure. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു യൂണിഫോം ബാർ ആണോ നോൺ യൂണിഫോം ബാർ ആണോ? ഇവിടെ ഉള്ളത് ഒരു നോൺ യൂണിഫോം ബാർ ആണ്. എന്താണ് ഒരു യൂണിഫോം ബാറും നോൺ യൂണിഫോം ബാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു യൂണിഫോം ബാർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആയിരിക്കും. ഒരു നോൺ യൂണിഫോം ബാർ എന്ന് പറയുന്നതിനോട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കില്ല, അതാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്നാൽ ഒരു യൂണിഫോം ബാർ ആണെങ്കിൽ ആ യൂണിഫോം ബാറിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, അതിൻ്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് അതിൻ്റെ സെൻട്രലായിരിക്കും. പക്ഷെ ഇതൊരു നോൺ യൂണിഫോം ബാർ ആയതുകൊണ്ട് ആ നോൺ യൂണിഫോം ബാറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി അതിൻ്റെ സെൻട്രൽ ആവണമെന്നില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു നോൺ യൂണിഫോം ബാർ ആണ്, അതുകൊണ്ട് അതിൻ്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് സെൻട്രൽ ആവണമെന്നില്ല, കുറച്ച് വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് സസ്പെൻഡഡ് ബൈ ടു സ്ട്രിങ്സ് ഓഫ് നെഗ്ലിജിബിൾ വെയിറ്റ്. അതുകൊണ്ട് നമുക്ക് സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട, റോഡിൻ്റെ വെയിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. The angle made by the string with the verticals are θ1 and θ2 respectively. The distance d of the center of gravity of the bar is bar from the left end is. അപ്പോൾ നമുക്ക് നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിസ്റ്റൻസ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റ് വേർ ദ എൻറ്റയർ മാസ് ഓഫ് സിസ്റ്റം ഇസ് എസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. എന്താണ് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പോയിന്റ് വേർ ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് എസ്യൂം ടു ബി ആക്ടിങ്. ഒരു സബ്സ്റ്റൻസിൻ്റെ മേലുള്ള മൊത്തം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എവിടെയാണോ ആക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ആ പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഒരു സ്മോൾ സൈസ് സബ്സ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി.
പക്ഷേ ഒരു വെരി ലാർജ് സബ്സ്റ്റൻസ് ഒക്കെ എടുക്കുകയാണ്, ഇഫ് യു ആർ ടേക്കിംഗ് എ മൗണ്ടൻ ആൻഡ് ഓൾ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ഓരോ റീജിയനിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളൊരു മൗണ്ടൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കില്ല മേലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറും. ഒരു വലിയൊരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് മാസിനേക്കാൾ കുറച്ച് താഴെയായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്ന ആ കാര്യങ്ങളൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സ്മോൾ സബ്സ്റ്റൻസ് ആണ്, അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പോയിന്റിൽ തന്നെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ വേറൊരു കാര്യം അറിയേണ്ടത്, ഇതിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണല്ലേ, ഈ θ1 θ2 ആംഗിൾ ഉണ്ടാക്കിയിട്ട് ഇതിവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. ഒരു സബ്സ്റ്റൻസ് ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. ഫോർ എ സബ്സ്റ്റൻസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ടു കണ്ടീഷൻസ്. എന്തൊക്കെയാണ്? നെറ്റ് ഫോഴ്സ് ഷുഡ് ബി 0, നെറ്റ് ടോർക്ക് ഷുഡ് ബി 0. ഒരു സബ്സ്റ്റൻസ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അതിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവണം, നെറ്റ് ടോർക്കും 0 ആവണം. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്, അങ്ങനെയാണെങ്കിലോ ഇതിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആവണം. അപ്പം ഇതേപോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടികൾ ആദ്യം ഇതിൻ്റെ മേലുള്ള എല്ലാ ഫോഴ്സുകളെയും നമ്മൾ മാർക്ക് ചെയ്യുക. അതാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ആദ്യമായി ചെയ്യേണ്ടത്. അതുകൊണ്ട് ലെറ്റ് മീ ടേക്ക് എ പേജ് ഓവർ ഹിയർ. ഇവിടെ ഒരു പേജ് എടുത്തു. നമുക്ക് ഇതായിരുന്നു നമ്മളുടെ ആ ഒരു റോഡ് അല്ലേ. വി കുഡ് ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് അവർ റോഡ്. ആ റോഡിൽ നിന്ന് ഇങ്ങനൊരു സ്ട്രിങ് ഉണ്ട്, അതേപോലെ ഇങ്ങനൊരു സ്ട്രിങ് ഉണ്ട്. ആ റോഡിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് അതിൻ്റെ ആക്ട് ചെയ്യുന്നത്, വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് ആക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് ഇവിടെയാണെന്ന് തോന്നുന്നു. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. ആ ഡിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആംഗിളും തന്നിട്ടുണ്ട് അല്ലേ. θ1 θ2 തന്നിട്ടുണ്ട്. സോ ദേ ഹാവ് ഗിവൺ ദിസ് ആംഗിൾ ആസ് θ1 ആൻഡ് ദേ ഹാവ് ഗിവൺ ദിസ് ആംഗിൾ ആസ് θ2. കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞ പ്രകാരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ മേലുള്ള എല്ലാ ഫോഴ്സുകളും മാർക്ക് ചെയ്യുക. W എന്ന് പറയുന്നത് ഇതിൻ്റെ മേലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അത് നമുക്കറിയാം. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ഒരു T1 ടെൻഷൻ ഉണ്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. T1 ടെൻഷൻ ഇവിടെ തന്നെ അല്ലേ. ഓക്കെ, T1 T2 മാർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് എവിടെ വേണേൽ മാർക്ക് ചെയ്യാം. അതുകൊണ്ട് ലെറ്റ് മീ മാർക്ക് ദിസ് പോയിന്റ്സ് ടെൻഷൻ. ഈ റോഡിന് മേലുള്ള ടെൻഷൻ T1 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഈ റോഡിൻ്റെ മുകളിലുള്ള ഈ ഒരു ടെൻഷനെ ഐ എം മാർക്കിംഗ് ഇറ്റ് ആസ് T2 മാർക്ക് ചെയ്തു. ഇതൊക്കെയാണ് ഈ റോഡിൻ്റെ മേലുള്ള ഫോഴ്സ്. കാരണം താഴത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും, അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. പിന്നെ ഈ റോഡ് ഇവിടെ സ്റ്റേഷനറി ആയി നിൽക്കാൻ കാരണം ആ റോഡ് രണ്ട് സ്ട്രിങ്ങിന് മേലെ ഹാങ് ചെയ്തിട്ടാണ്, അതുകൊണ്ട് ഈ രണ്ട് ടെൻഷനുണ്ട്. സോ വി ഹാവ് മാർക്ക്ഡ് ഓൾ ദ ഫോഴ്സസ്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ T1 ടെൻഷന് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. വി കുഡ് റിസോൾവ് ദിസ് T1 ടെൻഷൻ ഇൻ ടു 2 കമ്പോണൻസ് ലൈക്ക് ദിസ്. ഈ ആംഗിൾ θ1 ആണെങ്കിൽ എനിക്ക് ഈ ആംഗിളിനെ θ1 എന്ന് പറയാൻ പറ്റും. സോ ഐ കുഡ് സേ ദിസ് ഇസ് T1 cos θ1 അല്ലേ. ഇതപ്പോൾ ആരായിരിക്കും, ഇത് T1 sin θ1 ആയിരിക്കും. അപ്പം T1 നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും കമ്പോണൻ്റ് ആക്കി റിസോൾവ് ചെയ്തു. അതേപോലെ ഐ കുഡ് റിസോൾവ് ദിസ് T2 ഓൾസോ ഇൻ ടു ഇറ്റ്സ് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. T2വിനെയും നമ്മൾ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആക്കി റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ θ2 ആണെങ്കിൽ ഐ കുഡ് സേ ദിസ് ആംഗിൾ ഇസ് θ2. അതുകൊണ്ട് ഇതാരായിരിക്കും, ഇത് T2 cos θ2ഉം ഇതാരായിരിക്കും T2 sin θ2 മാർക്ക് ചെയ്തു അല്ലേ. ഇനി ഞാൻ പറഞ്ഞു ഇത് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആണ്. ഒരു സബ്സ്റ്റൻസ് ടോട്ടൽ ഇക്വിലിബ്രിയത്തിലാവണേ അതിൻ്റെ മേലെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? നെറ്റ് ഫോഴ്സ് 0 ആവണം, നെറ്റ് ടോർക്ക് 0 ആവണം. നെറ്റ് ഫോഴ്സ് 0 ആവണം, നെറ്റ് ടോർക്ക് 0 ആവണം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, സാറേ നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സാറേ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആവണ്ടേ? ശരിയാണല്ലേ. നെറ്റ് ഫോഴ്സ് 0 ആവണേ എന്തായാലും അതിൻ്റെ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് നമുക്ക് പറയാം വാട്ട്സ് ദ അപ്വേർഡ് ഫോഴ്സ് ഓവർ ഹിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. വി കുഡ് സേ അത് T1 cos θ1 പ്ലസ് T2 cos θ2. ഇതാണല്ലേ ഇതിൻ്റെ മേലുള്ള അപ്വേർഡ് ഫോഴ്സ്.
ആ അപ്വേർഡ് ഫോഴ്സ് ആർക്ക് ഈക്വൽ ആയിരിക്കണം? ഡൗൺവേർഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം, ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സിൽ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ഡൗൺവേർഡ് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഹൊറിസോണ്ടലിയും ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റിലോട്ടുള്ള ഫോഴ്സ് ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ വി കുഡ് റൈറ്റ് ദെൻ T1 sin θ1 should be equal to T2 sin θ2. നമുക്ക് ഇങ്ങനെ നെറ്റ് ഫോഴ്സ് 0 എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് രണ്ട് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞത് ഇത് നെറ്റ് ഫോഴ്സും ഇതിൻ്റെ മേലുള്ള 0 ആണ്, ഇതിൻ്റെ മേലുള്ള നെറ്റ് ടോർക്കും 0 ആണ്, നെറ്റ് ടോർക്കും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ടോർക്കിൻ്റെ കുറച്ച് ജനറൽ ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആർ ക്രോസ് എഫ് ആണ്, അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ എന്ന് പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ആണെങ്കിൽ ആർ ഇൻറ്റു എഫ് സൈൻ തീറ്റ നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ റേഡിയൽ ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലാർ എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന ആരായിരിക്കും? പെർപെൻഡിക്കുലാർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് അല്ലേ? അപ്പം പെർപെൻഡിക്കുലാർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് നമുക്ക് ടോർക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്കിന് റേഡിയൽ ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലാർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ആണെങ്കിൽ നമുക്കതിനെ എഫ് ആർ സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെ? എഫ് ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന ആരായിരിക്കും? അത് പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആയിരിക്കും, ഡിസ്റ്റൻസിൻ്റെ പെർപെൻഡിക്കുലാർ കമ്പോണൻറ്റ്. അതുകൊണ്ട് നമുക്ക് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ കമ്പോണൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്, അതായത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ടോർക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്കിന് ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാമെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് ഇൻറ്റു അല്ലെ ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലാർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്നും അതേപോലെ തന്നെ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്നും എഴുതാൻ പറ്റും. മിക്കവാറും സമയത്ത് നമ്മൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് ഉപയോഗിക്കാറ്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റേഡിയൽ ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലാർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്നും യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ മേലുള്ള ആര് 0 ആയിരിക്കണം? നെറ്റ് ടോർക്ക് 0 ആയിരിക്കണം അല്ലേ? നെറ്റ് ടോർക്ക് 0 ആയിരിക്കണം. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതൊരു സ്റ്റേഷനറി ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലേ? ആണ്. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ മേലുള്ള നെറ്റ് ടോർക്ക് 0 എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒരു സ്റ്റേഷനറി ആയ സബ്സ്റ്റൻസിൻ്റെ മേലെ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സിസ് ഓഫ് റൊട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും ആക്സിസ് റൊട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യുന്നതെന്നാൽ നമുക്കിവിടെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ആക്സിസ് റൊട്ടേഷൻ ചൂസ് ചെയ്യണം. നമ്മളുടെ തന്നിരിക്കുന്ന ഡി കണ്ടുപിടിക്കാനുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻസിലൊന്നും ഡബ്ല്യു എന്ന് പറയുന്നൊരു ടേം ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ ഡബ്ല്യുവിനെ അവോയ്ഡ് ചെയ്യണം. ഡബ്ല്യുവിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നാൽ വി ക്യാൻ ചൂസ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓവർ ഹിയർ. നമ്മൾ ഇവിടെയാണ് ആക്സിസ് റൊട്ടേഷൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ, അതും നമ്മൾ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇഫ് യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദ ഹിഞ്ചസ് ഓഫ് ദ ഡോർ വിൽ നോട്ട് ഓപ്പൺ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഡോറിൻ്റെ ഒരു വിജാവിരിയുടെ മേലെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡോർ തുറക്കൂല. അതായത് അതെന്തുകൊണ്ടാണ് ഡോർ തുറക്കാത്തത്? കാരണം അവിടെ ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ്. ടോർക്ക് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഡോർ തുറക്കുള്ളൂ. അവിടെയുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്തായിപ്പോവും? 0 ആയിപ്പോവും. അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ മേലെയാണ് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ മേലെയാണ് ഒരു ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ആ ഒരു ഫോഴ്സിന് ടോർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഡബ്ല്യൂയുടെ അടുത്താണ് നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡബ്ല്യു എന്ന് പറയുന്ന ആ ഒരു വെയ്റ്റിന് ഇവിടെ ടോർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ? ആ ഫോഴ്സ് ഉള്ളത് ആക്സിസ് റൊട്ടേഷന് മേലെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ നെറ്റ് ടോർക്കിന് ഇക്വേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡബ്ല്യൂയുടെ അടുത്താണ് ആക്സിസ് റൊട്ടേഷൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ആ ഡബ്ല്യുവിനെ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷനിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ട. ക്ലിയർ? ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ T1 ടെൻഷൻ ഉണ്ട്. ആ T1 ടെൻഷനിൽ T1 cos θ1 കമ്പോണൻ്റ് ഉണ്ട് അല്ലേ? ആ T1 cos θ1 കമ്പോണൻറ്റ് ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വിചാരിക്കും. ഈ പോയിൻ്റാണ് ആക്സിസ് റൊട്ടേഷൻ എങ്കിൽ ആ T1 cos θ1 കമ്പോണൻറ്റ് ആ റോഡിനെ ഈ ദിശയിൽ റൊട്ടേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഈ ദിശയിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആണോ? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? അതായത് നമ്മൾ ഈ ഒരു ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ഇതാണ് ആക്സിസ് റൊട്ടേഷൻ എങ്കിൽ ആ ഒരു ഫോഴ്സ് കാരണം ഇതിൻ്റെ മേലെ ഈ ഒരു ദിശയിലൊരു ടോർക്കാണ് ഉണ്ടാവുക. ഈ ദിശയിലൊരു ടോർക്കാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വിൽ ഹാവ് ടു സേ ഇറ്റ് ഈസ് ആക്ടിങ് ഓർ ദർ ഇസ് എ ക്ലോക്ക് വൈസ് ടോർക്ക് ആക്ടിങ് അല്ലേ? അതുകൊണ്ട് ആ ക്ലോക്ക് വൈസ് ടോർക്കിനെ ഞാൻ τ1 എന്ന് എഴുതി.
ആ ക്ലോക്ക് വൈസ് ടോർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ആ ക്ലോക്ക് വൈസ് ടോർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ്. നമുക്ക് ടോർക്കിനെ കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ഇല്ലേ, നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയല്ലേ ചൂസ് ചെയ്തത്. അതുകൊണ്ട് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ആരായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വി കുഡ് ടേക്ക് ഇറ്റ് ആസ് ഡി. അങ്ങനെയാണെങ്കിൽ ഡി ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ്. പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് T1 ആണ്, പക്ഷേ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ആയുള്ള കമ്പോണൻറ്റ് T1 cos θ1 ആണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ഡി ഇൻറ്റു T1 cos θ1 അങ്ങനെ എടുക്കാം. അപ്പോൾ ചോദിക്കുകയാണ് സാറേ നമുക്ക് T1 sin θ1 അപ്പോൾ ടോർക്കിൻ്റെ കേസിൽ എടുക്കേണ്ടതെന്ന്. വേണ്ട, എന്താ ഇതാണ് ആക്സിസ് റൊട്ടേഷൻ എങ്കിൽ ആ ആക്സിസ് റൊട്ടേഷൻ്റെ അതേ പോയിന്റിലല്ലേ, അതേ ഡയറക്ഷനിലല്ലേ നമ്മൾ ഈ T1 sin θ1 ഉണ്ടാവുന്നത്. അപ്പോൾ ആക്സിസ് റൊട്ടേഷൻ്റെ അതേ ഡയറക്ഷനിലുള്ള ആ ഒരു അല്ലെ റേഡിയൽ ഡിസ്റ്റൻസും ആ ഫോഴ്സും ഒരേ ഡയറക്ഷനിലായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ തീറ്റ 0 ആയിപ്പോയില്ലേ അല്ലേ. അതുകൊണ്ട് അപ്പോൾ ഈ T1 sin θ1 നമ്മൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ടോർക്കിൻ്റെ കേസിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ട. ഇതേ ഇനി അതേപോലെ തന്നെ ഇതാണ് ആക്സിസ് റൊട്ടേഷൻ എങ്കിൽ ഇവിടെ ഈ T2 cos θ2 കമ്പോണൻ്റ് ഇല്ലേ, T2 cos θ2 കമ്പോണൻറ്റ് ഈ റോഡിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്ത് L ആണ് അല്ലേ. നമുക്ക് റോഡിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്ത് L ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വാട്ട് ഷുഡ് ബി ദിസ് ഡിസ്റ്റൻസ്, കംപ്ലീറ്റ് ലെങ്ത്ത് L ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഇതിന് നമുക്ക് L - D എന്ന് എഴുതിക്കൂടെ. സോ നമുക്ക് ഈ T2 cos θ2 കമ്പോണൻറ്റ് ഇതാണ് ആക്സിസ് റൊട്ടേഷൻ എങ്കിൽ T2 cos θ കമ്പോണൻറ്റ് ഇതാണ് ആക്സിസ് റൊട്ടേഷൻ എങ്കിൽ അത് ആ റോഡിനെ ഈ ദിശയിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ടോർക്ക്, ആ ടോർക്ക് എന്ന് പറയുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും നിങ്ങൾക്ക് കാണാം അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ ടോർക്കിനെ ടോ2 വിച്ച് ഷുഡ് ബി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെയും നമുക്ക് ഏറ്റവും ബുദ്ധിപരമായി എഴുതാൻ പറ്റുന്നത് നമുക്കറിയുന്നത് ആ ഒരു റേഡിയൽ ഡിസ്റ്റൻസ് ആക്സിസ് റൊട്ടേഷൻ ഇങ്ങോട്ടുള്ള ദൂരം L - D ആണ്. പിന്നെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് T2 cos θ2 ആണ്. അതുകൊണ്ട് നമുക്ക് റേഡിയൽ ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ L - D ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സിന് നമുക്ക് T2 cos θ2 എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ടോ1ഉം ടോ2ഉം കിട്ടി. വേറെ ഏതെങ്കിലും ഫോഴ്സ് ടോർക്കിന് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. T2 sin θ2 ടോർക്കിന് ഇൻവോൾവ് ആവുന്നില്ല. T1 sin θ1 ടോർക്കിന് ഇൻവോൾവ് ആവുന്നില്ല. W ടോർക്കിന് ഇൻവോൾവ് ആവുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടുമാണ് ഇതിൽ ടോർക്കിന് ഇൻവോൾവ് ആവുന്നത്. ഇനി നെറ്റ് ടോർക്ക് എത്രയാണ്? നെറ്റ് ടോർക്ക് 0 ആണ്. നെറ്റ് ടോർക്ക് 0 ആവണം എന്ത് ചെയ്യണം? ഈ ക്ലോക്ക് വൈസ് ടോർക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കും എന്ത് ചെയ്യണം? ക്യാൻസൽ ആയി പോകണം അല്ലേ. ഇത് നമ്മുടെ ക്ലോക്ക് വൈസ് ടോർക്ക് അല്ലേ, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് C. ഇത് നമ്മുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് അല്ലേ, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് A. അപ്പം നെറ്റ് ടോർക്ക് 0 ആവണമെങ്കിൽ ക്ലോക്ക് വൈസ് ടോർക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ ടോ1 ഷുഡ് ബി ഈക്വൽ ടു ടോ2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. അപ്പം T1 cos θ1 ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോ2 ആണെങ്കിൽ L - D ഇൻറ്റു T2 cos θ2. ഞാനിത് ടൈം എടുത്ത് ഇങ്ങനെ പറയുന്നത് എന്തിനാ പറഞ്ഞാൽ ഇത് മിക്കവാറും കുട്ടികൾക്ക് ഈ ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ കേസിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുപാട് കൺസെപ്റ്റിലേക്കും കൂടിയാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ഈ ടൈം എടുത്തിട്ട് ഈ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. അപ്പം നോക്ക്, നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. സോ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നതാണ്, നിങ്ങളുടെ മൈൻഡിൽ ആ ഓപ്ഷൻസിൻ്റെ പാറ്റേൺ വേണം. അതായത് നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സൈൻ തീറ്റയാണോ കോസ് തീറ്റയാണോ ടാൻ തീറ്റയാണോ? ടാൻ തീറ്റ അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ആ ഓപ്ഷൻസിലേക്ക് എത്തിക്കാനാണ് നോക്കേണ്ടത്. ഡിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റയാണ്. ഡിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ലെറ്റ്സ് ടേക്ക് ദിസ് ഇക്വേഷൻ ആസ് അവർ ഇക്വേഷൻ നമ്പർ 1. അതേപോലെ ഇത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റയിലേക്കൊക്കെയാണ് എത്തേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആൻസറിൽ T1 അല്ലെങ്കിൽ W ഒന്നും ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ലെറ്റ്സ് പെർഫോം 1/2 ചെയ്തു. 1/2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ T1 sin θ1 ഡിവൈഡഡ് ബൈ D T1 cos θ1 ഇസ് ഈക്വൽ ടു എന്ത്?
T2 sin theta 2 divided by L minus D into T2 cos theta 2. അങ്ങനെ എഴുതി കൂടെ. ഇനി ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ കുഡ് ജസ്റ്റ് ക്യാൻസൽ ഔട്ട് ദിസ് T1 ആൻഡ് T1. സൈൻ തീറ്റ 1 കോസ് തീറ്റ 1 വെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാൻ തീറ്റ 1 ആക്കാം അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആരേ വരുള്ളൂ, ടാൻ തീറ്റ 1/d അല്ലേ. അപ്പം ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. നമുക്ക് ടാൻ തീറ്റ 1 ഡിവൈഡഡ് ബൈ ഡി അല്ലേ ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാൺ വി ജസ്റ്റ് ക്യാൻസൽ ഔട്ട് ദിസ് T2 ആൻഡ് T2. സൈൻ തീറ്റ 2 ബൈ കോസ് തീറ്റ 2 എന്ന് പറയുന്നത് ടാൻ തീറ്റ 2 ആയിരിക്കും അല്ലേ. അപ്പോൾ ടാൻ തീറ്റ 2 ഡിവൈഡ് ബൈ L മൈനസ് ടി, ടാൻ തീറ്റ 2 ഡിവൈഡ് ബൈ L മൈനസ് ടി അല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെയും വായിച്ചിട്ട് ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ L മൈനസ് ടി എഴുതല്ലേ. ഇനി നമുക്ക് L മൈനസ് ഡി ഡിവൈഡഡ് ബൈ ഡി ഇസ് ഈക്വൽ ടു ആണെങ്കിൽ ടാൻ ഓഫ് തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ ഓഫ് തീറ്റ 1 എഴുതിക്കൂടെ. ഇനി ഇതിനെ രണ്ട് ഫ്രാക്ഷനാക്കി മാറ്റുകയാണെങ്കിൽ L ബൈ ഡി മൈനസ് 1 ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 1 എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് L ബൈ ഡി ഈക്വൽ ടു ആണ്, ഈ -1 അപ്പുറത്തേക്ക് പോയാൽ +1 ആവും. അങ്ങനെയാണെങ്കിൽ അവിടെ ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ ഓഫ് തീറ്റ 1 +1 ഇങ്ങനെ അല്ലേ. ഇതിനെ ഒരു സിംഗിൾ ഫ്രാക്ഷൻ ആക്കാണ്, ടാൻ തീറ്റ 2 പ്ലസ് ടാൻ തീറ്റ 1 ഹോൾ ഡിവൈഡ് ബൈ ടാൻ തീറ്റ 1 അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടെ, ടാൻ തീറ്റ 2 പ്ലസ് ടാൻ തീറ്റ 1 ഹോൾ ഡിവൈഡ് ബൈ ടാൻ ഓഫ് തീറ്റ 1 ഇങ്ങനെ ചെയ്തല്ലേ. അതിൽ നിന്ന് നമുക്കിപ്പം ഡി ഈക്വൽ ടു ആണെങ്കിൽ, അപ്പം ഡി ഈക്വൽ ടു ആണെങ്കിൽ L ടാൻ തീറ്റ 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 പ്ലസ് ടാൻ തീറ്റ 1 ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയില്ലേ. വി ആർ ഗെറ്റിംഗ് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ L ടാൻ തീറ്റ, അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ഏതാണ് ശരി? വി കുഡ് സേ ഇതിലെ ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബിക്ക് സിമിലർ അല്ലേ ഇത്. അപ്പം സോ ദിസ് ഇസ് ഹൗ വി ആർ സോൾവിങ് ദിസ് പ്രോബ്ലം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിന് നമുക്ക് ഒരുപാട് കൺസെപ്റ്റിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. സോ ഒരു സബ്സ്റ്റൻസ് ടോട്ടൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എത്ര കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? 2 കണ്ടീഷൻ. എന്തൊക്കെയാണ്? നെറ്റ് ഫോഴ്സ് 0 ആവണം, നെറ്റ് ടോർക്ക് 0 ആവണം. പിന്നെ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആർ ക്രോസ് എഫ് എന്നുള്ള റിലേഷൻ ഉണ്ട്, അതുകൂടാതെ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ള റിലേഷൻ ഉണ്ട്, അതുകൂടാതെ നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ കൺസെപ്റ്റ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ റിഗാർഡിങ് ദിസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ a hoop of radius 2 meter weighs 100 kilogram. It rolls along a horizontal floor so that its center of mass has a speed of 20 centimeter per second. How much work has to be done to stop it? അപ്പോൾ നമുക്ക് ഹൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു സർക്കുലാർ റിംഗ് ആണ് കേട്ടോ. ഒരു സർക്കുലാർ റിംഗ്, ഒരു സർക്കുലാർ ബാൻഡിനെ, ഒരു സർക്കുലാർ റിങ്ങിനെയൊക്കെയാണ് നമ്മൾ ഹൂപ്പ് എന്ന് വിളിക്കുക. സോ ഹൂപ്പ് എന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഇറ്റ്സ് എ സർക്കുലാർ റിംഗ്. ഓക്കെ, അതിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 100 കിലോഗ്രാം എന്നല്ലേ. അതെന്ത് ചെയ്യുന്നുണ്ട്? റോൾ ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുക, റോൾ ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ. റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേറ്ററി മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ അല്ലേ. റോൾ ചെയ്യുന്ന സാധനത്തിന് കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേറ്ററി മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ്. അത് എങ്ങനെയാണ് റോൾ ചെയ്യുന്നത്? അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്പീഡ് എത്രയാണ്? ആ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണോ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണോ? അത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലല്ലേ അതൊന്ന്. യെസ്,
ആണ്, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് നമ്മളിവിടെ ആൻസറൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് എസ് ഐ യൂണിറ്റിലല്ലേ, അതുകൊണ്ട് ആ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ സെൻറ്റിമീറ്ററിനെ ഇൻറ്റു 10⁻⁻², അത്ര മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇങ്ങനെ ഇതിൽ കൂടെ ഹൗ മച്ച് വർക്ക് ഹാസ് ടു ബി ഡൺ ടു സ്റ്റോപ്പ് ഇറ്റ്. സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പം എത്ര വർക്ക് കൊണ്ടാണ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ അറിയേണ്ടത് എന്താണെന്നാൽ വർക്ക്, നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ചേഞ്ച് ഇൻ എനർജി ഇവിടെ ഇതെന്താ ചെയ്യുന്നത്? റോൾ ചെയ്യാണ്. റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? മൂവ് ചെയ്യാണ്. അപ്പം ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂവ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. സോ വർക്ക് ഡൺ വുഡ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയാൻ പറ്റും. കാരണം ഇത് ഒരു ഇൻക്ലൈൻ പ്ലെയിനിലൂടെയാണ് റോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസെപ്റ്റ് കൂടെ എടുക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അതിനെ നമുക്ക് എന്ത് പറയാം എന്നാൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയാൻ പറ്റും. ഫൈനൽ കൈനറ്റിക് എനർജി എന്നല്ല, നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജീനെ നമുക്ക് എന്ത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. അതിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ടു സ്റ്റോപ്പ് ഇറ്റ്. ഇഫ് എ സബ്സ്റ്റൻസ് സ്റ്റോപ്പിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫൈനലായിട്ടുള്ള ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും 0 ആണ്. ഫൈനലായിട്ടുള്ള ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും രണ്ടും 0 ആണല്ലേ. അതുകൊണ്ട് അതിന് എന്തുണ്ടാവില്ല? അതിന് ഫൈനൽ കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനീഷ്യൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ ന്യൂമറിക്കൽ ആൻസർ ആണ് വേണ്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നതെന്നാൽ നമുക്ക് KI എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതായത് -KI ആണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നത്? ന്യൂമറിക്കൽ ആൻസർ ആകുമ്പോൾ KI എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ന്യൂമറിക്കൽ ആൻസർ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നതെന്നാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് മനസ്സിലായി വർക്ക് കണ്ടുപിടിക്കണേ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജി ഇതെന്താ? ഒരു റോളിംഗ് സബ്സ്റ്റൻസ് അല്ലേ. ഒരു റോളിംഗ് സബ്സ്റ്റൻസിൻ്റെ കൈനറ്റിക് എനർജിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് റോളിംഗ് സബ്സ്റ്റൻസിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിക്ക് ½ എന്നുള്ള ഫോർമുല ഉണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്ക് ½ എന്ന് പറയുന്നൊരു ഫോർമുല ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒമേഗക്ക് V/R എന്ന് കൊടുക്കാം. ഒമേഗക്ക് V/R എന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ V²/2 ഇൻറ്റു m+I ഡിവൈഡഡ് ബൈ R². നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഒരു റോളിംഗ് സബ്സ്റ്റൻസിൻ്റെ കൈനറ്റിക് എനർജിക്ക് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഒരു റോളിംഗ് സബ്സ്റ്റൻസിൻ്റെ കൈനറ്റിക് എനർജിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ എക്സ്പ്രഷൻ പഠിച്ചു വെക്കാം അല്ലേ. എന്തായാലും ഇതാണ് നമുക്ക് റോളിംഗ് സബ്സ്റ്റൻസിൻ്റെ കൈനറ്റിക് എനർജി. ഇനി ആരാണ് ഇവിടെ റോൾ ചെയ്യുന്നത്? ഹൂപ്പാണ് റോൾ ചെയ്യുന്നതെങ്കിൽ ഹൂപ്പ് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ റിങ്ങിന് ഇക്വാലൻ്റ് ആണ്. സർക്കുലാർ റിങ്ങിന് ഇക്വാലൻ്റ് ആണെങ്കിൽ ഓർക്കുന്നില്ലേ, സർക്കുലാർ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് mr² ആണെന്ന് പഠിച്ചതായിട്ട് ഓർക്കുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐക്ക് പകരം കൊടുക്കണം mr² കൊടുക്കുക. ഐക്ക് പകരം mr² കൊടുക്കുകയാണെങ്കിൽ mr²/r² എന്ന് പറയുമ്പം അവിടെ m വരും അല്ലേ. അതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? V²/2 ഇൻറ്റു വി കുഡ് റൈറ്റ് m+m. അപ്പോൾ m+m 2m ആണ്. ചുരുക്കി പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് സർക്കുലാർ റിംഗ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? mv² എന്നൊക്കെ എഴുതാം അല്ലേ. ഈ 2ഉം ഇവിടെയുള്ള 2m ഒരു 2ഉം വെട്ടിപ്പോവും അല്ലേ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്കാണ്. ആ വർക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വി കുഡ് സേ mv² ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. സോ വാട്ട് വി ഹാവ് ടു ഡു ഓവർ ഹിയർ ഇസ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വെയിറ്റ് ചെയ്യുക. വെയിന്ന് 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ് തന്നിട്ടുണ്ട് 100 കിലോഗ്രാം. അപ്പം 100 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം? V² എന്ന് പറയുമ്പം 20 × 10⁻² ദ ഹോൾ സ്ക്വയർ അല്ലേ. 20 × 10⁻² ദ ഹോൾ സ്ക്വയർ അല്ലേ. സോ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? സോ ഹൗ മച്ച് വർക്ക് ഇസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ഇറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് 20 × 10⁻² ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ 100നെ 10⁻² ഇൻറ്റു നമുക്ക് 4 × 10⁻² ഇൻറ്റു 10⁻⁻4 അല്ലേ. 400 അല്ലേ വരാം. അപ്പം ഇതൊക്കെ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് യു ഗോയിങ് ടു ഗെറ്റ് ആൻ ആൻസർ ഇസ് 4 ജൂൾ അല്ലേ. സോ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലുള്ള കാര്യവും നമുക്ക് മനസ്സിലായി. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് സബ്സ്റ്റൻസിന് ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അത്
ഏത് റോളിംഗ് സബ്സ്റ്റൻസ് ആണെന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജി മാറും. അതായത് അതിനനുസരിച്ച് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സർക്കുലാർ റിംഗ് ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ mr², സർക്കുലാർ ഡിസ്ക് ആണെങ്കിൽ mr²/2, സോളിഡ് സ്പിയർ ആണെങ്കിൽ 2/5 mr², ഹോളോ സ്പിയർ ആണെങ്കിൽ 2/3 mr². ഓർക്കുന്നില്ലേ? ഇതൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് ക്ലിയർ ടു യു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇഫ് യു ആർ മൂവിങ് ഓവർ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. എ സ്മോൾ മാസ് m is attached to a massless string whose other end is fixed at p as shown in figure. The mass is undergoing a circular motion in xy plane with center O and constant angular speed omega if the angular momentum of the system is calculated about O and P and are denoted by LO and LP respectively. Then LO and LP do not vary with time. LO vary with time and LP remains constant. LO remains constant while LP varies with time. LO and LP both vary with time. അപ്പോൾ നമുക്ക് ഇവിടെ പറയേണ്ടത് ആംഗുലാർ മൊമെൻറ്റത്തിനെ പറ്റിയിട്ടാണ്. ആംഗുലാർ മൊമെൻറ്റം. സോ വാട്ട് ഓൾ ആർ ദ ഇൻഫർമേഷൻ ദാറ്റ് വി ഹാവ് ടു നോ അബൌട്ട് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്ക് റൊട്ടേഷണൽ അനലോഗസ് ഓഫ് ലീനിയർ മൊമെൻറ്റം ആണല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റവും ടോർക്കും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? ആംഗുലാർ മൊമെൻറ്റവും ടോർക്കും തമ്മിലുള്ള ബന്ധം, ടോർക്ക് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്ക് ഇസ് ഈക്വൽ ടു dl/dt. പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ഇനി ഞാൻ വെറുതെ പറയാണ്, ഇവിടെ ടോർക്ക് ഈക്വൽ ടു 0 ആയാൽ ആംഗുലാർ മൊമെൻറ്റം 0 ആവേണ്ട ആവശ്യമുണ്ടോ? ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം 0 ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ടോർക്ക് 0 ആവണമെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്തായാൽ മതി? കോൺസ്റ്റൻ്റ് ആയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ സിസ്റ്റം ദെൻ ദ ആംഗുലാർ മൊമെൻറ്റം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതായത് ഞാൻ ഈ കൺസെപ്റ്റ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്തിനാണ് പറഞ്ഞാൽ, നമുക്കിവിടെ ഏത് ആംഗുലാർ മൊമെൻറ്റ് വേരി ഉണ്ടോ കോൺസ്റ്റൻ്റ് ആണോ, ആംഗുലാർ മൊമെൻറ്റ് വേരി ഉണ്ടോ കോൺസ്റ്റൻ്റ് ആണോ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണ്ട. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആംഗുലാർ മൊമെൻറ്റം എപ്പോഴാണ് കോൺസ്റ്റൻ്റ് ആവുക? ടോർക്ക് 0 ആവുമ്പോൾ. എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുന്ന സമയത്ത് ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് പെർഫോം ദിസ്. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡയഗ്രാം റീഡ്രോ ചെയ്യാം. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അല്ലേ? ആ ലൈനിൻ്റെ മുകളിൽ നിന്ന് ഒരു സബ്സ്റ്റൻസ് ഇങ്ങനെ ഒരു കോണിക്കൽ പെൻഡിൽ അല്ലെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ? ഒരു കോണിൻ്റെ രൂപത്തിലായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതിൻ്റെ എം മാസ് ഇവിടെ ഉണ്ട്. അത് ഈ പോയിന്റ് നമുക്ക് പി ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ഗീവൺ ദിസ് പോയിന്റ് ആസ് ഒ അല്ലേ? ആ സബ്സ്റ്റൻസ് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ കറങ്ങുന്നുമുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം അല്ലേ? ഒരു ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങുന്നുണ്ട് എന്നും അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാൽ, നമുക്ക് ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ഒയും ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു പി ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ഒയും ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു പി ഒക്കെ കോൺസ്റ്റൻ്റ് ആണോ വേരിയിങ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഒയും അതേപോലെ തന്നെ ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു പിയും കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ടോർക്ക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു പിയും ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഒ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാവും, ഇവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ടോർക്ക് കണ്ടുപിടിക്കണേ. ഞാൻ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതായത് എല്ലാ ഫോഴ്സുകളും മാർക്ക് ചെയ്യണം. ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ഫോഴ്സുകളും അതിൻ്റെ മാർക്ക് ചെയ്തിരിക്കണം. ഒരു സിസ്റ്റത്തിന് മേലുള്ള ടോർക്ക്. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴോട്ടേക്ക് ആരുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ഉണ്ടാവും. അതേപോലെ ഈ സ്ട്രിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു ടി ടെൻഷൻ ഇങ്ങോട്ടുണ്ടാവും അല്ലേ? ലെറ്റ് മീ സേ ദിസ് ആംഗിൾ ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ടി ടെൻഷൻ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും, വിച്ച് വിൽ സേ ദിസ് ഇസ് ടി കോസ് തീറ്റ ആൻഡ് ഐ കുഡ് സേ ദിസ് ഇസ് ടി സൈൻ തീറ്റ. അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ആയിക്കോട്ടെ. ഇനി നമുക്ക് നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഒ കണ്ടുപിടിക്കണം. നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഒ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒ ആണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് കരുത്. ഒ എന്ന് പറയുന്ന പോയിൻ്റാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ
ആ ഒ എന്ന് പറയുന്ന പോയിന്റിനെ വെച്ചിട്ടുള്ള ടോർക്ക് നോക്കുകയാണ്. ഒ എന്ന് പറയുന്ന പോയിന്റിനെ വെച്ചിട്ടുള്ള ടോർക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. സംഭവം ശരിക്കും 2 ഫോഴ്സേ ഉള്ളൂ, ടെൻഷനും എം ജിയും ഉള്ളൂ. പക്ഷേ ഇവിടെ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ആ 3 ഫോഴ്സുകൾ ആരൊക്കെയാണ്? ടി കോസ് തീറ്റ, ടി സൈൻ തീറ്റ, എം ജി. തൽക്കാലത്തെ നമ്മൾ ടി മറന്നു. ടി കോസ് തീറ്റ, ടി സൈൻ തീറ്റ, എം ജി എന്നുള്ള 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നത് നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഒ ആണ്. അതുകൊണ്ട് ഒ എന്ന് പറയുന്ന പോയിന്റാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ അതേ ഡയറക്ഷനിലല്ലേ? അതിന് ടോർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സാധനം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ടി കോസ് തീറ്റ എം ജിക്ക് ഈക്വൽ ആയിരിക്കണം എന്നറിയില്ലേ? അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നതാണ്? ടി കോസ് തീറ്റ എം ജിക്ക് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആ ടി കോസ് തീറ്റ കൊണ്ടുണ്ടാവുന്ന ടോർക്കും എം ജിനെ കൊണ്ടുണ്ടാവുന്ന ടോർക്കും ക്യാൻസൽ ആയി പോകും. ടി സൈൻ തീറ്റ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതേ ഡയറക്ഷനിലായതുകൊണ്ട് അതിന് ടോർക്ക് ഉണ്ടാക്കാനും പറ്റില്ല. അതുകൊണ്ട് വാട്ട് വി ഹാവ് ടു സേ ഈസ് നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഒ ഇവിടെ എത്രയാണ്? 0 ആണ്. എന്താ കാരണം? ഈ എം ജി എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കുന്ന ടോർക്കിനെ ആ ടി കോസ് തീറ്റ എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കുന്ന ടോർക്ക് എക്സാക്ട്ലി ക്യാൻസൽ ആയി പോകും. കാരണം ടി സൈൻ തീറ്റയും അല്ല ടി കോസ് തീറ്റയും എം ജിയും ന്യൂമറിക്കലി സെയിം ആണ്. അതേപോലെ തന്നെ അവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും സെയിം ആണ്. ഒരാൾ ഉണ്ടാക്കുന്ന ക്ലോക്ക് വൈസ് ആണ്, മറ്റേ ആൾ ഉണ്ടാക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അത് ക്യാൻസൽ ആയി പോകും. ടി സൈൻ തീറ്റ എന്ന് പറയുന്ന ആൾ ആക്സിസ് റൊട്ടേഷൻ അതേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് ടോർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഒ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ഒ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ഒ എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ഒ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു പി. നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു പി ആണെങ്കിൽ നിങ്ങൾ പി എന്ന് പറയുന്ന പോയിൻ്റാണ് ആക്സിസ് റൊട്ടേഷൻ ആയിട്ട് ഇമാജിൻ ചെയ്യുന്നത് വിചാരിച്ചോ. ആ പി എന്ന് പറയുന്ന പോയിൻ്റാണ് ആക്സിസ് റൊട്ടേഷൻ ആയിട്ട് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ പറയേണ്ടി വരും ഇവിടെയും ടി കോസ് തീറ്റ എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കുന്ന ടോർക്ക് ഈ ദിശയിലായിരിക്കും. എം ജി എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കുന്ന ടോർക്ക് ഈ ദിശയിലായിരിക്കും. പക്ഷേ ആ 2 ടോർക്കും ക്യാൻസൽ ആയി പോകും. കാരണം എന്താ പറഞ്ഞാൽ ഫോഴ്സ് ടി കോസ് തീറ്റ അതേപോലെ എം ജി അത് രണ്ടും ഈക്വൽ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്സിസ് റൊട്ടേഷൻ അപ്ലൈഡ് ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും രണ്ടിലും ഈക്വൽ ആണ്. അതുകൊണ്ട് ടി കോസ് തീറ്റ ഉണ്ടാക്കുന്ന ടോർക്കും എം ജി ഉണ്ടാക്കുന്ന ടോർക്കും ക്യാൻസൽ ആയി പോകും. പക്ഷേ ടി സൈൻ തീറ്റ ഉണ്ടാകുന്ന ടോർക്ക് ഇവിടെ ക്യാൻസൽ ആവില്ല. ടി സൈൻ തീറ്റ ഉണ്ടാകുന്ന ടോർക്ക് ഇവിടെ ക്യാൻസൽ ആവില്ല. അത് 0 അല്ല. അത് ആക്സിസ് റൊട്ടേഷൻ അതേ ഡയറക്ഷനിലല്ലോ, അല്ല. അതുകൊണ്ട് ദ നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു പി, നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു പി ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് പറയേണ്ടി വരും ഡി എൽ ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു പി ഇസ് നോട്ട് ഈക്വൽ ടു 0. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം 0 അല്ല. അതുകൊണ്ട് എൽ പി നോട്ട് എ കോൺസ്റ്റൻ്റ് അല്ല. എൽ പി നോട്ട് എ കോൺസ്റ്റൻറ്റ്. അപ്പം എൽ പി കോൺസ്റ്റൻ്റ് അല്ല, എല്ലോ കോൺസ്റ്റൻ്റ് ആണ്. എൽ പി കോൺസ്റ്റൻ്റ് അല്ല, എല്ലോ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് യുവർ ആൻസർ? അപ്പം എല്ലോ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആൻഡ് എൽ പി വേരീസ് വിത്ത് ടൈം. എല്ലോ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആൻഡ് എൽ പി വേരീസ് വിത്ത് ടൈം. ഓപ്ഷൻ സി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഈ ഒരു പ്രോബ്ലംസ് ചെയ്യുന്നതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഫിസിക്സിൽ പ്രോബ്ലംസ് ആർ കോൺസെപ്റ്റ് സ്റ്റിമുലേറ്റേഴ്സ് എന്നല്ലേ? പ്രോബ്ലംസ് വഴി നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം കേട്ടോ. ഒരു ബ്രേക്ക് എടുത്തിട്ട് ആഫ്റ്റർ ദ ബ്രേക്ക് വി വിൽ കണ്ടിന്യൂ. ഓക്കെ, സോ യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്.
റീസ്റ്റാർട്ട് ചെയ്യാം. സോ ഹിയർ വി ആർ ഹാവിങ് അനദർ ക്വസ്റ്റ്യൻ. With reference to the figure of the cube of edge A and mass m, which one of the following is incorrect statement? O is the center of the cube എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു ക്യൂബിനെ കാണുന്നുണ്ട്. ആ ക്യൂബിൻ്റെ സെൻറ്റർ ഇതാ ഇവിടെ O ആണ്. എന്നിട്ട് നമുക്ക് y ആക്സിസ്, x ആക്സിസ്, z ആക്സിസ് എന്നൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ആക്സിസ് കാണുന്നുണ്ട്, അത് z ഡാഷ് ആക്സിസ് ആണ്. z ഡാഷ് ആക്സിസ് z ആക്സിസിന് പാരലാണ് അല്ലേ, z ആക്സിസിന് പാരലാണ് z ഡാഷ് ആക്സിസ്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യുന്നതെന്നാൽ അതിൻ്റെ ഒരു ഫേസ് ഡയഗണൽ ആണല്ലേ, ഒരു ഫേസ് ഡയഗണൽ, ഒരു ക്യൂബിൻ്റെ ഫേസ് ഡയഗണൽ ആണിത്. അതിപ്പം z ഡാഷിനോ അല്ലെ z ആക്സിസിനോ അല്ലെങ്കിൽ z ഡാഷ് ആക്സിസിനോ ഒന്നും പാരലല്ല, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ആയിക്കോട്ടെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ക്യൂബ് അബൌട്ട് z ഡാഷ് ഇസ് iz dash is equal to iz plus ma square by 2. The moment of inertia of the cube about z double dash axis is iz double dash is equal to iz plus ma square by 2. C ix is equal to iy, d none of these. അല്ലേ? അപ്പം ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ഏത് ബേസിസിലുള്ള ചോദ്യമാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് തിയറംസ് കണക്റ്റിംഗ് മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ, പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലേ. അതിലേത് തിയറത്തിന് ഒരു സിമിലർ ആണിത്? അതായത് നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണെങ്കിൽ iz ഇസ് ഈക്വൽ ടു ix പ്ലസ് iy ആണ് അല്ലേ. പാരലൽ ആക്സിസ് തിയറം ആണെങ്കിൽ i ഈക്വൽ ടു icm പ്ലസ് mh സ്ക്വയർ അല്ലേ. അപ്പം അതിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നതെന്നാൽ ഇവിടെ ഇത് നമ്മളുടെ പാരലൽ ആക്സിസ് തിയറത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പാരലൽ ആക്സിസ് തിയറം? i ഈസ് ഈക്വൽ ടു icm പ്ലസ് mh സ്ക്വയർ. ഓർക്കുന്നില്ലേ? അപ്പോൾ i ഈസ് ഈക്വൽ icm പ്ലസ് mh സ്ക്വയർ ആണെങ്കിൽ നമുക്കൊരു ഇറഗുലർ സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെ, റെഗുലർ സബ്സ്റ്റൻസോ ഇറഗുലർ സബ്സ്റ്റൻസോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ഏതെങ്കിലും ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ആരറിയണം? അതിൻ്റെ ഈ തന്നിരിക്കുന്ന ആക്സിസിൻ്റെ പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറി ഉപയോഗിക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ ആ ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയണം. അങ്ങനെയാണ് icm പ്ലസ് mh സ്ക്വയർ ചെയ്താൽ യൂസ് ചെയ്യാം. അത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അതിൽ നമ്മളുടെ ആരാണ് h എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ ആക്സിസ് ആണ് അല്ലേ. രണ്ട് പാരലൽ ആക്സിസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് അല്ലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ റെഫറിങ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ഇൻ ടു ദിസ്, ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു z ഡാഷ് ആക്സിസ്. അപ്പം z ഡാഷ് ആക്സിസ് കാണുന്നുണ്ട് അല്ലേ. z ഡാഷ് ആക്സിസിൻ്റെ വെച്ചുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? അതിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അറിയണം. അപ്പോൾ നമുക്കിവിടെ അറിയാം ഇത് ക്യൂബാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഒരു ക്യൂബിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലായിരിക്കുമെന്ന് അറിയില്ല, ഒരു സിമെട്രിക്കലായിട്ട് സബ്സ്റ്റൻസ് ആണ് അതിൻ്റെ സെൻറ്ററിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ z ഡാഷ് ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നത് z ആക്സിസ് ആണ്. z ഡാഷ് ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് z ആക്സിസ് ആണ്. അപ്പം നമ്മൾ iz ഡാഷ് ഇസ് ഈക്വൽ ടു iz പ്ലസ് ma സ്ക്വയർ ബൈ 2 എന്ന് ഇതാണ് ചോദിച്ചോ. അത് ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? iz എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ് തന്നെയാണ്. ഇനി അത് mh സ്ക്വയറിന് ഇക്വാലൻ്റ് ആവണമെങ്കിൽ ഇവിടെ നമ്മൾ h എന്ന് പറയുന്ന അറിയണം. അതായത് ഈ z ആക്സിസും z ഡാഷ് ആക്സിസും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം നിങ്ങൾ ഇവിടെ ഒരു ക്യൂബിൻ്റെ ഫേസ്, താഴത്തെ ഫേസ് നോക്ക്. ക്യൂബിൻ്റെ താഴത്തെ ഫേസിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ആ ക്യൂബിൻ്റെ താഴത്തെ ഫേസിൽ ആ പോയിന്റ് എന്ന് പറയുന്നത്, ക്യാൻ ഐ സേ ദാറ്റ് പോയിന്റ്, ദിസ് പോയിന്റ് ഓവർ ഹിയർ, അത് ആ ഒരു ഫേസിൻ്റെ സെൻറ്ററിലായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ഈ z ആക്സിസും z ഡാഷ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിസ്റ്റൻസ് അല്ലേ, ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. അത് എത്രയായിരിക്കും? ക്യൂബിൻ്റെ ഒരു ഫേസ് ഡയഗണലിൻ്റെ പകുതിയായിരിക്കും. ക്യൂബിൻ്റെ
ഒരു ഫേസ് ഡയഗണലിൻ്റെ പകുതിയായിരിക്കും. ഞാൻ വെറുതെ നിങ്ങളോട് ഇവിടെ ഇമാജിൻ ചെയ്യാൻ പറയാണ്. ഒരു ക്യൂബിൻ്റെ ആ ബോട്ടം ഫേസ് ഇതാണ് വിചാരിച്ചു. ആ ക്യൂബിൻ്റെ ഓരോ സൈഡ് ലെങ്ത് എയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് അതിൻ്റെ പൈത്തഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് a² + a² ആയിരിക്കും. അത് റൂട്ട് ഓഫ് 2a² ആയിരിക്കും അല്ലേ? അതായത് a√2 ആയിരിക്കും അല്ലേ? ഈ ഒരു ഫേസ് ഡയഗണൽ, ക്യൂബിൻ്റെ ഒരു ഫേസിൻ്റെ ഡയഗണൽ a√2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് നമ്മളുടെ ഈ ഒരു ഡിസ്റ്റൻസ് എങ്കിൽ അത് a√2/2 ആയിരിക്കും. അതിന് a/√2 എന്ന് കരുതിക്കൂടെ? അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ h എന്ന് പറയുന്നത്, ഈ സിറ്റുവേഷനിൽ നമ്മളെ h എന്ന് പറയുന്നത് ആക്ച്വലി a/√2 ആണ്. അങ്ങനെയാണെങ്കിൽ h² എന്ന് പറയുന്നത് a²/2 ആവില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് IZ + ma²/2 എന്ന് പറയുന്നത് സംഭവം ശരിയാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ ശരിയാണ്. ഇനി ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ക്യൂബ് അബൌട്ട് ദ z" ആക്സിസ് IZ" ഇങ്ങനെ പറഞ്ഞു. ഈ z" ആക്സിസിന് പാരലൽ ആണോ നമ്മളുടെ z ആക്സിസ്? അല്ല, z" ആക്സിസിന് പാരലൽ അല്ല z ആക്സിസ്. നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ z" ആക്സിസിന് പാരലലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയണ്ടേ? അതുകൊണ്ട് ഈ ഇക്വേഷൻ തെറ്റാണ്, അല്ല ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി Ix = Iy, മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എന്ന് പറയുന്നതും മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് എന്ന് പറയുന്നതും ഒന്നാന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ അത് അംഗീകരിക്കേണ്ടി വരും. കാരണം എന്താ പറഞ്ഞാൽ ക്യൂബ് എന്ന് പറയുന്നതിന് ഒരു സിമെട്രി ഉണ്ട് അല്ലേ? ക്യൂബിനൊരു സിമെട്രി ഇല്ലേ? ക്യൂബിനൊരു സിമെട്രി ഉണ്ടെങ്കിൽ ഈ y ആക്സിസിന് വെച്ചിട്ട് അത് കറക്കുകയാണെങ്കിലും എക്സ് ആക്സിസിന് വെച്ച് കറക്കുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും, സിൻസ് ക്യൂബ് ഇസ് ഹാവിങ് എ സിമെട്രി. അപ്പോൾ ഇത് ശരിയാണ് അല്ലേ? അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പം എന്താ ചോദിക്കേണ്ടത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ഈസ് എൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? സോ ദാറ്റ്സ് അവർ ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം ഓപ്ഷൻ ബി ഇത് പാരലാക്സ് തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷൻ അല്ലേ? ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, 2 particles of equal masses have velocities v1 = 2i cap meter per second and v2 = 2j cap meter per second. For the particle has an acceleration a1 = 3i cap plus 3j cap, while the acceleration of other particle is 0. The center of mass of the 2 particles move in a path of എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് നീങ്ങുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നമുക്ക് v1 തന്നിട്ടുണ്ട് അല്ലേ? 2i cap ആണ്. അതേപോലെ v2 തന്നിട്ടുണ്ട് 2j cap ആണ്. അതേപോലെ അത് രണ്ടും ഈക്വൽ മാസ് ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്, വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫോർമുല, എന്ത്? m1 v1 plus m2 v2 divided by m1 plus m2. Haven't we learned this formula? അതിൽ ഐഡൻറ്റിക്കൽ മാസ് ആണെങ്കിൽ നമുക്ക് അതിൽ m കോമൺ ആയി പുറത്തെടുക്കാം. അപ്പം ഐഡൻറ്റിക്കൽ മാസ് ആണെങ്കിൽ നമുക്ക് v1 പ്ലസ് v2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കൂടെ? അങ്ങനെയാണെങ്കിൽ വാട്ട്സ് VCM ഓവർ ഹിയർ? v1 എന്ന് പറയുന്നത് ആക്ച്വലി 2i cap അല്ലേ? പ്ലസ് v2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2j cap. അങ്ങനെയാണെങ്കിൽ ഹോൾ ഡിവൈഡ് ബൈ 2 വിച്ച് ഷുഡ് ബി i cap പ്ലസ് j cap അല്ലേ? അപ്പോൾ VCMന് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി, i cap പ്ലസ് j cap എന്ന് അല്ലേ? ഇനി അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണെങ്കിൽ അത് m1a1 പ്ലസ് m2a2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ഇവിടെയും ഐഡൻറ്റിക്കൽ മാസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഇക്വേഷന് a1 പ്ലസ് a2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ a1 തന്നിട്ടുണ്ട് അല്ലേ? while the acceleration of other particles 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും a2 എത്രയാ? 0 ആണ്, a1 എത്രയും. അങ്ങനെയാണെങ്കിൽ ACM എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണെങ്കിൽ നമുക്ക് a1 പ്ലസ് 0/2 അതായത് a1/2 അതായത് 3i cap പ്ലസ്
3j ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് ഇതല്ലേ. അതിന് നമുക്ക് വേണമെങ്കിൽ 3നെ കോമൺ ആയി പുറത്തിട്ട് 3/2 ഇൻറ്റു i ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് എന്നും എഴുതാൻ പറ്റും. പറ്റില്ലേ? എഴുതി. ഇനി നമ്മൾ ആ VCM എന്ന് പറയുന്ന ആളെയും ACM എന്ന് പറയുന്ന ആളുടെയും എക്സ്പ്രഷനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ, അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്ത്? ഈ i ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് എന്താ? അത് VCM ആണ്. അപ്പം ACM എന്ന് പറയുന്ന ആളെ നമുക്ക് 3/2 ടൈംസ് VCM എന്ന് പറയാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റും, ആക്സിലറേഷൻ ഇസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് വെലോസിറ്റി ആണ്. ചുരുക്കി പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷനും വെലോസിറ്റിയുടെ ഡയറക്ഷനും സെയിം ആണ്. ആരെ? സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ്റെ ഡയറക്ഷനും വെലോസിറ്റിയുടെ ഡയറക്ഷനും സെയിം ആണ്. കാരണം വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? ഫോഴ്സ് ഉണ്ടാവുക. കാരണം ഫോഴ്സ് ഇസിക്കൽ മാസിൻ്റെ ആക്സിലേഷൻ പഠിച്ചിട്ടില്ലേ. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആരുടെ ഡയറക്ഷനിലേക്കും? ആക്സിലേഷൻ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയേണ്ടി വരും വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡയറക്ഷനും ഫോഴ്സിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡയറക്ഷനും വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. കാരണം എന്താ? ആക്സിലേഷൻ്റെ ഡയറക്ഷനും വെലോസിറ്റിയുടെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും വെലോസിറ്റിയുടെ ഡയറക്ഷനും സെയിം ആണ്. അപ്പം ഒരു വെലോസിറ്റിയിൽ നീങ്ങുന്ന ആ സാധനത്തിൻ്റെ മേലെ അതേ ഡയറക്ഷനാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ആ സബ്സ്റ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ നീങ്ങുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ദ സബ്സ്റ്റൻസ് വിൽ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കൺക്ലൂഷനിലെത്തുന്നത്. അവിടെ സിൻസ് ദ ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ, വി ഹാവ് ടു സേ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ ഇറ്റ് വിൽ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ചോദ്യം. A man stands on a rotating platform with his arms stretched, holding a 5 kilogram weight in each hand. The angular speed of the platform is 1.2 revolution per second. The moment of inertia of the man together with the platform may be taken to be constant and equal to 6 kilogram meter square. The man brings his arm close to the chest with the distance of each weight from the axis changing from 100 centimeter to 20 centimeter. What's the new angular speed of the platform? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നതെന്നാൽ നമുക്കിവിടെ ഒരു റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആയിക്കോട്ടെ, ആ ഒരു റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ലെറ്റ് us imagine ദാറ്റ് ഒരു മാൻ ഇരിക്കുന്നുണ്ട്. ഒരു മാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ ആദ്യം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ കൈ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അയാളെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്? 5 കിലോഗ്രാം മാസ് അയാളെ രണ്ട് കയ്യിലുണ്ട്. ഇനി അവിടെ നിന്ന് അയാൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് അയാളുടെ കൈ അടുപ്പിച്ചു അല്ലേ. ബ്രിങ്സ് ഹിസ് ആം ക്ലോസ് ടു ദ ചെസ്റ്റ്. അപ്പോൾ അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നതിനാൽ അയാളുടെ കൈ ഇങ്ങനെ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ദ ന്യൂ ആംഗുലാർ സ്പീഡ് ഓഫ് ദ പ്ലാറ്റ്ഫോമസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആ മനുഷ്യൻ കൈ വിടർത്തുക എന്ന് പറയുന്നതും കൈ അടുപ്പിക്കുക എന്ന് പറയുന്നതിലും ഇസ് ദർ എനി എക്സ്റ്റേണൽ ടോർക്ക് ഇൻവോൾവ്? ഒരു പേഴ്സണിന് ഒരു റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്ന് കൈ വിടർത്തുകയാണെങ്കിലും കൈ അടുപ്പിക്കുകയാണെങ്കിലും ഒന്നും ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ഇൻവോൾവ് ഇൻ ദാറ്റ് കേസ്. അപ്പം അവിടെ ആര് 0 ആണ്? ടോ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0 ആണ്. ടോ എക്സ്റ്റേണൽ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? അയാളുടെ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം അയാൾക്കുള്ള ഫൈനൽ ആംഗുലാർ മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കണം അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ബേസിസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം ഫൈനൽ ആംഗുലാർ മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ അയാളുടെ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കണേ വെച്ചോ. ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കണേ നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്നാൽ അയാളുടെ മൊത്തം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അതായത് L ഇസ് ഈക്വൽ ടു I ഒമേഗ. നമ്മൾ പഠിച്ചിട്ടില്ലേ? ആംഗുലാർ മൊമെൻറ്റം ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ആംഗുലാർ വെലോസിറ്റി അല്ലേ?
അപ്പം അയാളുടെ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ സ്പീഡ് ഓഫ് ദ പ്ലാറ്റ്ഫോം എത്രയാണ്? ഇനീഷ്യൽ ആംഗുലാർ സ്പീഡ് ഓഫ് ദ പ്ലാറ്റ്ഫോം 1.2 റെവല്യൂഷൻ പെർ സെക്കൻഡ് തന്നിട്ടുണ്ടെങ്കിൽ ω1 തന്നിട്ടുണ്ട് അല്ലേ? ഉണ്ട്. പക്ഷേ നമുക്ക് ഐ അറിയണം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അറിയണം. അപ്പം ആ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നതിനെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? അതായത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ മാൻ ടുഗദർ വിത്ത് ദ പ്ലാറ്റ്ഫോം മേ ബി ടേക്കൺ ആസ് കോൺസ്റ്റന്റ് ആൻഡ് ഈക്വൽ ടു 6 kg/m² തന്നിട്ടുണ്ട് അല്ലേ? അതായത് ആ മനുഷ്യൻ്റെ, ആ ഒരു മാൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6. പക്ഷേ അയാളെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 5 kg മാസ് ഉണ്ട് അല്ലേ? ആണോ? ഈച്ച് ഹാൻഡിൽ 5 kg മാസ് ഉണ്ട്. സോ ആ 5 kg മാസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് മാസ് ആണ് അല്ലേ? അപ്പോൾ അയാളുടെ ആ ഒരു കയ്യിലുള്ള 5 kg മാസുകളുടെയും കൂടി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് മാസ് നിൽക്കുന്നത്, അയാൾ കൈ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അയാളുടെ കൈ ഇരിക്കുന്നത് എത്രയാണ്? ഒരു 100 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് അല്ലേ? അങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്ത സമയത്ത് അയാളുടെ കൈയുടെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ കൈ അടുപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് അത് എത്രയായി മാറുന്നുണ്ട്? 20 സെൻറ്റിമീറ്റർ ആയി മാറുന്നുണ്ട്. അതും അവർ തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ഇനീഷ്യൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് അത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് മാൻ പ്ലസ് 2 ഞാൻ പറയാണ് mr² ആയിരിക്കും. കാരണം രണ്ട് കൈയിലും 5 kg മാസ് ഉണ്ട്. ആ ഓരോ 5 kg മാസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പോയിന്റ് മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. അപ്പം I = mr² എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ഇനീഷ്യൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ മാൻ ആൻഡ് ഹിസ് 2 മാസസ് അതെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയേണ്ടി വരും 6 + 2 എന്ത്? അയാളുടെ കയ്യിലുള്ള മാസുകൾ എത്രയാണ്? 5 kg ഇൻറ്റു അത് നിൽക്കുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 × 10⁻² വിച്ച് ഇസ് 1 അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നാൽ 1² ഇതല്ലേ? അപ്പം ദ ഇനീഷ്യൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം അത് നമുക്ക് 2 × 5 10, 10 + 6 16 ആയിരിക്കും അല്ലേ? 16 ആണ്. അതേപോലെ തന്നെ അയാളുടെ ഫൈനൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് വെച്ചു. ഫൈനൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ എന്ത് ചെയ്യുന്നാൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് മാൻ അവിടെയും 6n അല്ലേ? പ്ലസ് 2 × mr² ആണ്. ഫൈനൽ സിറ്റുവേഷനിൽ അയാൾ കൈ എന്ത് ചെയ്തിട്ടുണ്ട്? 100 സെൻറ്റിമീറ്റർ എന്ന് മാറ്റിയിട്ട് ഒരു 20 സെൻറ്റിമീറ്ററിൽ എത്തിക്കുന്നില്ലേ? 20 സെൻറ്റിമീറ്ററിൽ എത്തിക്കുന്നുണ്ടല്ലേ? അപ്പം ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം? 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിനെ 20 × 10⁻² ആണത്. 2 × 10⁻1 അല്ലേ? അല്ലെങ്കിൽ 0.2 അല്ലേ? 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണം? 2 × എത്രയാക്കാം? 2 × 5 × എന്ത്? 0.2² അല്ലേ? സോ നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടി? 6 + 2 5 are 10, 10 × 0.04 അല്ല 0.4 അല്ലേ? അപ്പം ഫൈനൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ഈസ് 10 + എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 6 + 4 അതായത് 10 അല്ലേ? ആണോ? ഫൈനൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വി ആർ ഗോയിങ് ടു ഗെറ്റ് ദാറ്റ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളുടെ 4 ആണോ? അല്ല സോറി ഇതിപ്പം എന്ത് ചെയ്യുന്നതാണ്? 0.02² ആവുമ്പം അപ്പോൾ 6 + 0.4 അല്ലേ? 6 + 0.4 അങ്ങനെയാണെങ്കിൽ 6.4 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഫൈനൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 6.4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ LI = LF ആവണം എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? LI എന്ന് പറയുന്നതിനെ ഇനീഷ്യൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു LFനെ ഫൈനൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? 16 ഇൻറ്റു ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഐ തിങ്ക് ദേ ഹാവ് ഗീവൺ ഇറ്റ് ആസ് 1.2 അല്ലേ? 1.2 ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എത്രയാണ്? 6.4 അല്ലേ? ഇൻറ്റു ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എന്ന് എഴുതാൻ പറ്റും.
സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് യു ആർ ജസ്റ്റ് സിംപ്ലിഫൈങ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എൻ ആൻസർ. അപ്പം നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഐ തിങ്ക് ഇറ്റ് ഇസ് 3. സോ ബാക്കി കാൽക്കുലേഷനിലുള്ളൂ. സിംപ്ലിഫൈ ചെയ്യുക, വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗോയിങ് ടു ഗെറ്റ് എൻ ആൻസർ ആസ് 3. അപ്പം 3 revolution per second. So this is a question which is based on law of conservation of angular momentum. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ കൈ അടുപ്പിക്കുന്ന സമയത്ത് അയാളുടെ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടും. 1.2 revolution per secondൽ നിന്ന് 3 revolution per second ആയി. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞു, ആംഗുലാർ വെലോസിറ്റി കൂടി. പഠിച്ചിട്ടില്ലേ? ഉണ്ട്. സോ ലെറ്റ്സ് ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്? is not correct. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലാത്തത്? ഡ്യൂറിങ് റോളിംഗ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇസ് 0. നമ്മൾ ഒരു റോൾ ചെയ്യുന്ന സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ആ റോൾ ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നതിനാൽ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് അത് സ്കിഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. റോളിങ്ങിൻ്റെ സമയത്ത് ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് പുതിയൊരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ടച്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് 0 എന്ന് പറയുകയാണെങ്കിൽ യെസ് ഇറ്റ് ഇസ് കറക്റ്റ്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്, നോട്ട് കറക്റ്റ് അല്ല. ഡ്യൂറിങ് റോളിംഗ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇസ് 0. റോൾ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേറ്ററി മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. ഒരു സബ്സ്റ്റൻസ് റൊട്ടേഷണൽ മോഷൻ ഉണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിൻ്റെ ഏത് പോയിന്റിലാണെങ്കിലും അവിടെ എന്ത് ചെയ്യണം, ഒരു സെൻട്രിപീറ്റൽ ആക്സിലേഷൻ ഉണ്ടാവണം. സെൻട്രിപീറ്റൽ ആക്സിലേഷൻ ഉണ്ടാവണമെങ്കിൽ റോൾ ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്തായാലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഡൗൺവേർഡ് പോയിന്റിൽ എന്തായാലും ദർ ഇസ് ഓൾവേസ് എ സെൻട്രിപീറ്റൽ ആക്സിലേഷൻ. സോ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലേഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് 0 എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. ഫോർ പെർഫെക്റ്റ് റോളിംഗ് മോഷൻ ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ഇസ് 0. അത് ശരിയാണ് കേട്ടോ. അതായത് ഒരു പെർഫെക്റ്റ് റോളിംഗ് മോഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നതെന്നാൽ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് 0 ആണ്. കാരണം എന്താ പറഞ്ഞാൽ ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതേപോലെ തന്നെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സും അതിനുണ്ടാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റും നോക്കുകയാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് 0 ആണ്. അതേപോലെ എ വീൽ മൂവിങ് ഡൗൺ എ പെർഫെക്റ്റ്ലി ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വിൽ സ്ലിപ്പ് ബട്ട് നോട്ട് റോൾ ഓൺ എ പ്ലെയിൻ. അതായത് ഒരു പെർഫെക്റ്റ്ലി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിട്ടുള്ള സാധനത്തിൽ ഒരു സാധനം റോൾ ചെയ്യണമെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എപ്പോഴാണ് റോൾ ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് റോൾ ചെയ്യുന്നത്. ഫ്രിക്ഷൻ ആ സബ്സ്റ്റൻസിനെ അവിടെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സബ്സ്റ്റൻസിന് പുതിയ സർഫസ് കോൺടാക്റ്റിൽ വന്നിട്ട് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എ വീൽ മൂവിങ് ഓൺ എ പെർഫെക്റ്റ്ലി ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വിൽ സ്ലിപ്പ് ബട്ട് നോട്ട് റോൾ ഓൺ എ പ്ലെയിൻ. ഫ്രിക്ഷൻലെസ് പ്ലെയിൻ ആണെങ്കിൽ ഇൻക്ലൈൻ പ്ലെയിനിലാണെങ്കിലും അതിന് റോൾ ചെയ്യാൻ പറ്റില്ല. കാരണം റോൾ ചെയ്യണമെങ്കിൽ ആര് വേണം? ഫ്രിക്ഷൻ വേണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമ്മൾ റോങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? ഇതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റോളിങ്ങിൻ്റെ കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. സോ അടുത്തത്, എ ട്രോളി ഓഫ് മാസ് 200 kilogram carrying a sandbag of 25 kilogram is moving uniformly with a speed of 25 km/h on a frictionless track. After a while, the sand starts leaking out of a hole on the floor on the trolley at a rate of 0.5 kilogram per second. The speed of the trolley after the entire sandbag is empty. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രോളി ഉണ്ട്. ഒരു ട്രോളി. ആ ട്രോളി എന്ത് ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ മേലെ ഒരു സാൻഡ് ബാഗും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ട്രോളി പ്ലസ് സാൻഡ് ബാഗാണ്. അത് നീങ്ങുന്നത് ഒരു ഫ്രിക്ഷൻലെസ് ട്രാക്കിലാണ്. ഫ്രിക്ഷൻലെസ് ട്രാക്കിലാണ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻവോൾവ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ഇനി അതെന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി നീങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ആണ്. ആഫ്റ്റർ എ വൈൽ ദ സാൻഡ് സ്റ്റാർട്ട് ലീക്കിംഗ് ഔട്ട് ഓഫ് ദ ഹോൾ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ട്രോളി അറ്റ് എ റേറ്റ് ഓഫ് 0.5 kg/s. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നതെന്നാൽ ആ ട്രോളിയിൽ നിന്ന് ആ സാൻഡ് ലീക്ക് ആവുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്യുന്നതാണ്, ആ ട്രോളിയിലുള്ള ആ സാൻഡ് ബാഗിലെ സാൻഡ് മുഴുവൻ തീർന്നു. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ട്രോളി ആഫ്റ്റർ ദ സിറ്റുവേഷൻ എന്നാ വെച്ച്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് എ സിറ്റുവേഷൻ വേർ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻവോൾവ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വീൽ ഹാവ് ടു സേ m1v1 ഷുഡ് ബി ഈക്വൽ ടു m2v2 അല്ലേ? m1v1 ആർക്ക് ഈക്വൽ ആയിരിക്കണം? m2v2 ഈക്വൽ ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ M1 എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ഇനീഷ്യൽ കേസിൽ ആ 200 കിലോഗ്രാം ഉള്ള ആരുണ്ട്, ട്രോളി ഉണ്ട്, 25 കിലോഗ്രാം ഉള്ള സാൻഡ് ബാഗും ഉണ്ട് അല്ലേ. അപ്പം 200 പ്ലസ് 25 അതാണ് അതിൻ്റെ മാസ്. അത് നീങ്ങുന്നത് എന്ത് ചെയ്യണ്ടേനി, ഒരു 25 km/s. അപ്പം 25 ആണ് അതിൻ്റെ വെലോസിറ്റി. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു m2v2. അത് ഫൈനൽ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സാൻഡ് ബാഗ് മുഴുവൻ എംറ്റി ആയിട്ടുണ്ട് അല്ലേ. സാൻഡ് ബാഗ് മുഴുവൻ എംറ്റി ആയിട്ടുണ്ടെങ്കിൽ ആ ഫൈനൽ സിറ്റുവേഷനിൽ മാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് സാൻഡ് ബാഗിൻ്റെ മാസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 200 ഇൻറ്റു ആര്, v2. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 225 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 25. ദാറ്റ് ഷുഡ് ബി അവർ v2 അല്ലേ. അപ്പോൾ എന്തായാലും 225 ഡിവൈഡ് ബൈ 200 ചെയ്യുകയാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടുക. ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടുമെങ്കിൽ 25 ഇൻറ്റു സംതിങ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ v2 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, ഗ്രേറ്റർ ദാൻ 25 ആയിരിക്കണം അല്ലേ. ഗ്രേറ്റർ ദാൻ 25 ആയിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഇതിൽ കറക്റ്റ് ആൻസേഴ്സ് ഇല്ല. അതായത് ഗ്രേറ്റർ ദാൻ 25 ആണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇവിടെ 25നേക്കാൾ വലിയൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കിതിൽ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ആൻസർ ഇത് ഡി മാർക്ക് ചെയ്യാം. പക്ഷേ ആക്ച്വലായിട്ട് നമുക്ക് 25നേക്കാൾ വലിയൊരു ആൻസർ ആണ് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് ദ ട്രോളി ഇൻ ദിസ് കേസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, എ ബോഡി ഓഫ് മാസ് 0.5 kilogram travels in a straight line with a velocity of k x raised to 3 by 2 where k equal to 5 meter raised to minus 1 per second square ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ the work done by the net force during its displacement from x is equal to 0 to x is equal to 2 meter. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ ആണ്. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വർക്ക് ഡൺ. ആ വർക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. എക്സ് ഇസിക്കൽ 0യിൽ നിന്ന് എക്സ് ഇസിക്കൽ 2 ഡിസ്റ്റൻസിലേക്ക് ഉള്ള വർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നതിന് ഹാവിൻ വി ലേൺ ദാറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എക്സ് പഠിച്ചിട്ടില്ലേ? ഇവിടെ വെലോസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ വർക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഒരു ഫോമുല യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആണെങ്കിൽ എഫ് ഡി എക്സ് എന്നുള്ള ഫോമുല ഉപയോഗിച്ചിട്ട് ഡബ്ല്യുവിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വി ഹാവ് ടു യൂസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി എക്സ്. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. എങ്ങനെ മനസ്സിലായി? വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വേരിയിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് തന്നെ. എക്സ് മാറുന്നതനുസരിച്ച് വി മാറും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെറിയ വർക്കിൽ നിന്ന് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാന്നാൽ ആ ഫോഴ്സ് എന്ന് പറയുന്നതിനെ കാൺ വി റൈറ്റ് ഇറ്റ് ആസ് എം എ. അപ്പോൾ അതിനെ എം എ ഡി എക്സ് എന്ന് വേണം എഴുതാം അല്ലേ. ഫോഴ്സിനെ നമുക്ക് എം എ ഡി എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ എ എന്ന് തന്നിട്ടുണ്ടോ? എ തന്നിട്ടില്ല. അവിടെ വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആണോ, വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണോ? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് നമുക്ക് ആക്സിലറേഷന് ഡിഫറൻസിയേഷനുള്ള ഒരു ഫോമുല യൂസ് ചെയ്യണം. അത് വെലോസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, ആക്സിലറേഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഡി വി ബൈ ഡി ടി പഠിച്ചിട്ടില്ലേ? അതിൽ ഒരു ഡി എക്സിനെ കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താലും ഇക്വേഷൻ മാറ്റൊന്നും വരില്ലല്ലോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് ഡി എക്സ് ബൈ ഡി ടി? ഡി എക്സ് ബൈ ഡി ടി വി ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതിക്കൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആക്സിലറേഷനെ വെലോസിറ്റീനെ ഒരു ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് തരികയാണെങ്കിൽ, വെലോസിറ്റിയെ ഒരു ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് തരികയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണത് വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ലെറ്റസ് ടേക്ക് ദാറ്റ് വെലോസിറ്റി. നമ്മളുടെ ആ വെലോസിറ്റിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി എത്രയാണ് തന്നത്? വി ഈസ് ഈക്വൽ ടു കെ എക്സ് റേസ് ടു 3/2 ആണ് അല്ലേ. ഇതിനെ ഒന്നുകൂടി ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള മാനറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ എക്സ് റേസ് ടു 3 എന്നൊക്കെ കിട്ടും അല്ലേ. ഇനി
ഇതിനെ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് വി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2v ഇൻറ്റു ഡി വി, നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ 2v ഇൻറ്റു ഡി വി. ഇവിടെ കെ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3x സ്ക്വയർ ഡി എക്സ്, ഇങ്ങനെ എഴുതി കൂടെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, നമുക്ക് വേണ്ട ആൾ v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് അല്ലേ. ആ v ഇൻറ്റു ഡി വി ബൈ ഡി എക്സിനെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കെ സ്ക്വയർ 3x സ്ക്വയർ ബൈ 2, ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ. സോ നമുക്ക് എ എന്ന് പറയുന്ന ആൾ v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ്. ആ v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇതാണെങ്കിൽ ദെർഫോർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കെ സ്ക്വയർ 3x സ്ക്വയർ ബൈ 2 ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് ഓവർ ഹിയർ, നമുക്ക് വർക്കിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എം ഇൻറ്റു എക്ക് പകരം കെ സ്ക്വയർ 3x സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതേണ്ടി വരും അല്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇഫ് വി ആർ പെർഫോമിങ് ദാറ്റ് ഇൻ്റഗ്രേഷൻ, നമുക്കിവിടെ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ 3/2 കോൺസ്റ്റൻ്റ് ആണ്, എമ്മും കെ സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് ഉണ്ടാവുക. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സിനെ നമുക്ക് എക്സ് ക്യൂബ് ബൈ 3 എന്ന് എഴുതി കൂടെ, എക്സ് ക്യൂബ് ബൈ 3 അല്ലേ. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത് എവിടെ നിന്ന് എവിടെ വരെയാണ്, സീറോ ഡിസ്റ്റൻസിൽ നിന്ന്, നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത് 0 ഡിസ്റ്റൻസിൽ നിന്ന് 2 ഡിസ്റ്റൻസ് വരെയാണ് അല്ലേ. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത് വിത്ത് എന്താണ്, ഫ്രം 0 to 2 ആണ്. അതുകൊണ്ട് ഇവിടെയും ഫ്രം 0 to 2. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ 3യും വെട്ടിക്കളയാം. അങ്ങനെയാണെങ്കിൽ വി ആർ ഗോയിങ് ടു ഗെറ്റ് എം കെ സ്ക്വയർ ബൈ 2 ഇൻറ്റു എന്ത്, എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 2 ക്യൂബ് അല്ലേ, 2 ക്യൂബ് 8 അല്ലേ, 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ മാസ് എത്രയാണ്, 0.5 കിലോഗ്രാമും അതേപോലെ തന്നെ കെയുടെ വില എന്താണ്, 5 കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാസ് 0.5 കിലോഗ്രാമും കെയുടെ വില 5 കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എൻ ആൻസർ ഓഫ് 50 ജൂൾ. ഇനി ഈ കാര്യത്തിൽ നമുക്ക് എമ്മിൻ്റെയും കെൻ്റെയും വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുകയാണ്, യു ഗോയിങ് ടു ഗെറ്റ് എൻ ആൻസർ ഓഫ് 50 ജൂൾ കേട്ടോ. അപ്പം ഇതിൻ്റെ ആ ഒരു ആക്ച്വൽ സിറ്റുവേഷൻ മനസ്സിലായി. ഇനി ഇതിൽ ഓർത്ത് വെക്കേണ്ടത് വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എടുക്കാം. പക്ഷേ വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അവിടെ ആക്സിലേഷൻ കണ്ടുപിടിക്കുകയാണ് വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ്. അതാണ് നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രിൻ്റ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വി ആർ ഹാവിങ് എ റെയിൻ ഡ്രോപ്പ് ഓഫ് മാസ് 1 gram falling from a height of 1 kilometer hits the ground with a speed of 50 meters per second. The resistive force is proportional to the speed of the drop. Then the work done by the resistive forces. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഫ്ലൂയിഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക് അല്ലേ, ഫ്ലൂയിഡ്സിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാസ് തന്നിട്ടുണ്ട് അല്ലേ, എം ഇസ് ഈക്വൽ ടു 1 gram ആണ്, അതിനെ 10⁻³ കിലോഗ്രാം എന്ന് എഴുതി കൂടെ. പിന്നെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ആ ഹൈറ്റ് എത്രയാണ്, h ഇസ് ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 10⁻³ മീറ്റർ ആണ് അല്ലേ, 10⁻³ മീറ്റർ. വിത്ത് എ സ്പീഡ് ഓഫ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫാളിങ് ഫ്രം എ ഹൈറ്റ് വിത്ത് എ സ്പീഡ് ഓഫ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 50 meter per second എന്നാണ്. അതെന്താ ഫൈനൽ വെലോസിറ്റി, കാരണം റെയിൻ ഡ്രോപ്പിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ആണ് ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലേ, റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യാം. അതായത് റെയിൻ ഡ്രോപ്പ് ഫോൾ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ റെയിൻ ഡ്രോപ്പിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്, അതിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി എന്താവും, മാക്സിമം ആവും.
അപ്പോൾ അവിടെ ഒരു കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ആ റെയിൻ ഡ്രോപ്പിൽ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഉണ്ടാവും അല്ലേ? പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ലേ? ആ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ പൊട്ടൻഷ്യൽ എനർജി പ്ലസ്, കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് അല്ലേ? നമ്മൾ ന്യൂട്ടൺസ് അല്ലേ നമ്മളുടെ എന്താ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കുന്നതിൽ എയർ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഈ ചോദ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അപ്പം ആ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് കൂടാതെ ഒരു വർക്ക് നമുക്ക് എന്ത് ചെയ്യണം? ആ റെസിസ്റ്റീവ് ഫോഴ്സിന് ഇതായിരിക്കും ചെയ്യേണ്ടി വരും. അപ്പോൾ വർക്ക് ഡൺ റെസിസ്റ്റീവ് ഫോഴ്സും കൂടി ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഈ കൈനറ്റിക് എനർജി ചേഞ്ച് വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജിക്ക് മാത്രമല്ല മാറ്റം ഉണ്ടാവുക, ആര് മാറുണ്ടാവും? ആ ഒരു റെസിസ്റ്റീവ് ഫോഴ്സിനെതിരായിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയൊരു ഹീറ്റ് ഡെവലപ്പും ചെയ്യുന്നുണ്ടാവും അല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിനെ പറയുന്ന സമയത്ത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ്? 0. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മാത്രം മതി അല്ലേ? പോരെ. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് mv² ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്ക് mgh എന്നുള്ള റിലേഷൻ ഉണ്ട് അല്ലേ? ആൻഡ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സിനെ ഞാൻ വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് തന്നെ എഴുതി. ഇനി കൈനറ്റിക് എനർജീനെ ഹാഫ് mv² ആണെങ്കിൽ ആ m എത്രയാണ്? m ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 10⁻³ ഇൻറ്റു v² എന്ന് പറയുമ്പം എത്രയാണ്? 50² ഇസ് ഈക്വൽ ടു നമുക്ക് mgh ആണെങ്കിൽ മാസ് എത്രയാണ്? 10⁻³ ഇൻറ്റു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 എടുക്കാം. h ഇവിടെ എത്രയാണ്? 10⁻³ അല്ലേ? പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ വി ആർ ഗോയിങ് ടു ഗെറ്റ് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയെ നമുക്ക് ഇവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. യു ആർ ഗോയിങ് ടു ഗെറ്റ് 1.25 ഓവർ ഹിയർ. അതേപോലെ തന്നെ വർക്ക് ഡൺ ബൈ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മളിത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു ഗെറ്റ് 10 പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.25 മൈനസ് 10 അല്ലേ? 1.25 മൈനസ് 10 ആണെങ്കിൽ വി ആർ ഗോയിങ് ടു ഗെറ്റ് എ നെഗറ്റീവ് ആൻസർ. സോ മൈനസ് 8.75 ജൂൾ. ദാറ്റ്സ് അവർ ആൻസർ ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഓവർ ഹിയർ. സോ ഇതാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ എയർ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണെന്ന് പറയാം. പക്ഷേ എയർ ഫ്രിക്ഷനോട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൈനറ്റിക് എനർജി ചേഞ്ച് വരുന്നത് പൊട്ടൻഷ്യൽ എനർജിക്കുള്ള വർക്ക് കൂടാതെ എയർ ഫ്രിക്ഷനെതിരായിട്ടുള്ള വർക്കും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് അവർ സിറ്റുവേഷൻ ദാറ്റ് വി ഹാവ് ടു യൂസ് ഓവർ ഹിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇഫ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊട്ടൻഷ്യൽ എനർജി കർവ് possibly describes the elastic collision of two billiard balls. Here r is the distance between the center of the balls. അങ്ങനെയാണെങ്കിൽ രണ്ട് ബ്രില്യാർഡ് ബോൾസ് തമ്മിലുള്ള കൊളീഷൻ്റെ പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് r എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ ബോൾസ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യും, ഇതാണ് ഒരു ബോൾ, അതിന് അടുത്തായിട്ട് വേറൊരു ബോൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ബോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? r എന്ന് പറയേണ്ടത് അല്ലേ? രണ്ട് ബോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയല്ലേ r എന്ന് പറയേണ്ടത്. അതുകൊണ്ട് ഇതാണ് നമ്മളുടെ r എന്നൊരു പറഞ്ഞിരിക്കുന്നത്. ഇനി ആ രണ്ട് ബ്രില്യാർഡ് ബോൾ ഇൻ കോണ്ടാക്ട് നിൽക്കുകയാണ് വിചാരിച്ചു. രണ്ട് ബ്രില്യാർഡ് ബോൾ ഇങ്ങനെ തട്ടി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ r എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഈ ബ്രില്യാർഡ് ബോളിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R, രണ്ട് ഐഡൻറ്റിക്കൽ ബോളാണ്, ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ അത് r 2r ആവണ്ടേ? അപ്പോൾ സ്മോൾ ആറിൻ്റെ വില 2r ആവുന്ന എപ്പോഴായിരിക്കും? when the two billiard balls are in contact with each other. രണ്ട് ബോൾ തട്ടി നിൽക്കുന്ന സമയത്താണ് എന്ത്? സ്മോൾ ആറിൻ്റെ വില 2r ആവുന്നത്. അപ്പം ഈ 2r എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴാണ്? ആ രണ്ട് ബ്രില്യാർഡ് ബോളും ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോയിന്റിൽ അല്ലേ? ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഉള്ള ഗ്രാഫ് എന്താണ്? ആ 2r കുറവ് സ്മോൾ ആർ വരുന്ന സിറ്റുവേഷൻ അല്ലേ? 2r കുറവ് സ്മോൾ ആർ വരുന്ന സിറ്റുവേഷനാണ്. അപ്പം 2r കുറവ് എപ്പോഴാണ് സ്മോൾ ആർ വരിക?
ഇത് വരാൻ പറ്റും അല്ലേ? ഇത് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പിന്നെയും നീങ്ങാൻ പറ്റും. അതായത് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾ 2 റബ്ബർ ബോൾ കൂട്ടിയിടിക്കുകയാണെങ്കിൽ ആ ബോളിൻ്റെ ഷേപ്പ് ഡിഫോം ആവില്ലേ? അതായത് ഇങ്ങനെ ബോൾ ഇടിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആ നോക്കുന്ന സമയത്ത് വി ക്യാൻ സീ ഓർ വി ക്യാൻ ഇമാജിൻ ദ 2 ബോൾസ് വിൽ ഗെറ്റ് ഡീഫോംഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ അതെന്ത് ചെയ്യും? അങ്ങ് ചളിങ്ങിപ്പോവും. അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ ഡീഫോം ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡീഫോംഡ് ലൈക്ക് ദിസ്, ആ സിറ്റുവേഷനിൽ എന്താവാം? ആ സിറ്റുവേഷനിൽ സ്മോൾ ആറിൻ്റെ വില എന്താവാം? ഇറ്റ് ഷുഡ് ബി എന്ത്? ലെസ് ദാൻ 2r അല്ലേ? 2rൻ്റെ കാൾ ചെറുതായിക്കൂടെ ഇങ്ങനെ ഡീഫോം ചെയ്യുന്ന സമയത്ത്. അപ്പം ഇവിടെ ഈ ചോദ്യം ഇലാസ്റ്റിസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഒരു സിറ്റുവേഷനിൽ r = 2r ആവുന്ന സമയത്ത് ആ ബോളിന് ഡീഫോമേഷൻ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. r = 2r ആവുന്ന സമയത്ത് ആ ബോൾ രണ്ടും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ എത്തിയിട്ടേ ഉള്ളൂ. അതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഡീഫോമേഷൻ അല്ലെ ആ ബോൾ ഇങ്ങനെ ചളുങ്ങാനും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഷേപ്പ് മാറാനും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ സിറ്റുവേഷനിലുള്ള സമയത്ത് സ്മോൾ r = 2r ആവുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ നമ്മൾ ഇൻവോൾവ് ആവുന്ന പൊട്ടൻഷ്യൽ എനർജി ഏതാ? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ആണോ? അല്ല. ഇവിടെ ഇൻവോൾവ് ആവുന്ന പൊട്ടൻഷ്യൽ എനർജി ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഒരു ഇലാസ്റ്റിക് സബ്സ്റ്റൻസിൻ്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും അല്ലേ? അപ്പം ഇവിടെ അതിൻ്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഈ 2r ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് ജസ്റ്റ് അത് ടച്ച് ചെയ്തിട്ടുള്ളൂ, അവർ എന്ത് ചെയ്യില്ല? ഷേപ്പ് മാറാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണെങ്കിൽ അപ്പം 2r ഡിസ്റ്റൻസ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ള ഗ്രാഫ് നോക്കാം. 2r ഡിസ്റ്റൻസ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ള ഗ്രാഫ് നോക്കുമ്പം ഇത് തെറ്റല്ലേ? കാരണം ഇത് 2r ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം അല്ലേ? ഇത് വേണമെങ്കിൽ ശരിയാവാം, ഇതും വേണമെങ്കിൽ ശരിയാവാം, ഇതും തെറ്റാണ്. 2r ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്നല്ല പറയുന്നത്. അപ്പം നമ്മൾ 2 ഗ്രാഫ് എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ 2 ഗ്രാഫുകളുണ്ട് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്നാൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ r ചെറുതായി വരികയാണ്, 2rനേക്കാൾ r ചെറുതായി വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ അതിൻ്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരും. അതുകൊണ്ട് നമ്മൾ പറയേണ്ടി വരും, അതിങ്ങനെ എത്രത്തോളം ഡീഫോം ചെയ്യുന്നോ അത്രത്തോളം അതൊരു ഇലാസ്റ്റിക് സബ്സ്റ്റൻസ് ആണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കൂടി വരും എന്നുള്ളത് കൊണ്ട്. സോ വി ജസ്റ്റ് ഹാവ് ടു കൺസിഡർ ദിസ് ആസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ. കാരണം എന്താ പറഞ്ഞാൽ എത്രത്തോളം ഡീഫോമേഷൻ നടക്കുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കൂടി വരും. സോ ദിസ് ഇസ് യുവർ കറക്റ്റ് ആൻസർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മളോട് പറയുന്നത് ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതനുസരിച്ച് ആദ്യം പൊട്ടൻഷ്യൽ എനർജി കൂടി പിന്നെ പൊട്ടൻഷ്യൽ എനർജി കുറയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നതിനാൽ എത്ര ഡീഫോമേഷൻ വന്നാലും ആ ഡീഫോമേഷൻ അനുസരിച്ച് ഒരു ഇലാസ്റ്റിക് സബ്സ്റ്റൻസ് ആണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ അല്ലേ അതിൻ്റെ സ്ട്രെയിൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ കൂടിയിട്ടുണ്ട്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കൂടുണ്ടാവും കേട്ടോ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. സോ ദിസ് ഇസ് യുവർ ആൻസർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ if you're moving on to the next question, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, a ball of mass m falls from a height h on a floor which the coefficient of restitution is e. The height attained by the ball after 2 rebounds is. അപ്പം നമുക്കിവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു h ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ എന്ത് ചെയ്യുന്നുണ്ട്? വീഴുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബോൾ വീഴുന്നുണ്ട്. ലെറ്റ്സ് സേ ദാറ്റ് ബോൾ ഇസ് ഫോളിങ് ഓവർ ഹിയർ. അത് ഇവിടെ വീണ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ബൗൺസ് ചെയ്തിട്ട് അതേ ഹൈറ്റ് എത്തുമോ? ഇല്ല. അതേ ഹൈറ്റ് എത്താതെ അതിങ്ങനെ പോയി പിന്നെയും നിലത്ത് വീഴും. അതിനുശേഷം എന്ത് ചെയ്യും? പിന്നെയും ഒരു ബൗൺസ് കൂടി നടക്കും, അവിടെ അത് ഇങ്ങനെ പോകും ഇല്ലേ? സോ ദ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോൾ ആഫ്റ്റർ 2 റീബൗണ്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ഹൈറ്റ് ആണെങ്കിൽ ദിസ് ഇസ് ദ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോൾ ആഫ്റ്റർ ഫസ്റ്റ് റീബൗണ്ട്. അതായത് ഒന്നാമത്തെ റീബൗണ്ടിന് ശേഷം കിട്ടിയ ഹൈറ്റിനെ, അറ്റൈൻ ചെയ്ത ഹൈറ്റിനെ ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് h1. ഇതാണ് രണ്ടാമത്തെ റീബൗണ്ടിന് ശേഷം അറ്റൈൻ ചെയ്ത ഹൈറ്റ്, ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് h2. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് h2ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആ h2ൻ്റെ ഇക്വേഷൻ ആരുടെ ടേംസിലാണ്? h1ൻ്റെ ടേംസിലാണോ h-ൻ്റെ ടേംസിലാണോ? h-ൻ്റെ ടേംസിൽ അല്ലേ? അതിൽ e എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് അല്ലേ?
അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വി നോ ഇറ്റ് ഈസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഇവിടെ രണ്ട് സാധനങ്ങൾ മൂവ് ചെയ്യുന്നില്ല എന്നുകൊണ്ട് ഒരു സാധനം മാത്രമായതുകൊണ്ട് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയാൻ പറ്റും. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണ്? വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ അത് താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് അതിന് ലെറ്റ് മീ സേ ഒരു വി വെലോസിറ്റി ഉണ്ട് വിചാരിച്ചു. അത് ബൗൺസ് ചെയ്യുമ്പം അതേ വെലോസിറ്റിയിൽ ബൗൺസ് ചെയ്യുമോ? ഇല്ല. കാരണം ഇവിടെ നടക്കുന്നത് ഒരു ഇലാസ്റ്റിക് കൊളീഷൻ അല്ല, ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. ഇൻഇലാസ്റ്റിക് കൊളീഷനാണ് കുറച്ച് എനർജി ഹീറ്റിൻ്റെ രൂപത്തിലോ ലൈറ്റിൻ്റെ രൂപത്തിലൊക്കെ പോലെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ബൗൺസ് ചെയ്യുന്ന വെലോസിറ്റി ഞാൻ പറയട്ടെ v1 ആണെന്ന് പറയട്ടെ. അപ്പോൾ ചോദിക്കുകയാണ് ഈ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു ഫ്രീലി ഫോളിങ് സബ്സ്റ്റൻസ് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിക്ക് v √2gh എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരു ഫ്രീലി ഫോളിങ് സബ്സ്റ്റൻസ് h ഹൈറ്റിൽ നിന്ന് ഫ്രീലി ഫോൾ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി v √2gh എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അപ്പം നമുക്ക് v എന്ന് പറയുന്നത് √2gh ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ h1 കണ്ടുപിടിക്കണം വിചാരിച്ചോ. h1 കണ്ടുപിടിക്കണമെങ്കിൽ v √2gh ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ എന്താണ് v² = 2gh എന്നും h ആണെങ്കിൽ v²/2g എന്നും റിലേഷൻ ഉണ്ടാക്കിക്കൂടെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ h1 എന്ന് പറയുന്നതിനെ ഞാനിപ്പം എന്ത് ചെയ്യാം? ഈ h1 ഹൈറ്റ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ v1 വെലോസിറ്റി കൊണ്ടല്ലേ? ഈ v1 വെലോസിറ്റി കൊണ്ടല്ലേ h1 ഹൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ h1നെ നമുക്ക് എന്ത് ചെയ്യാം? v1² ഡിവൈഡഡ് ബൈ 2g എന്ന് എഴുതിയാൽ തെറ്റല്ലല്ലോ. h1നെ നമുക്ക് എന്ത് ചെയ്യാം? v1² ഡിവൈഡഡ് ബൈ 2g എന്ന് എഴുതാൻ പറ്റും അല്ലേ? എഴുതാം. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ v1² എന്താണ്? v1² അല്ലേ? തൽക്കാലം ഇവിടെ h1 = v1² ഡിവൈഡ് ബൈ 2g എന്നൊക്കെ എഴുതി അല്ലേ? ഇനി ഇലാസ്റ്റിക് അല്ലെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് അല്ലേ? ഈ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? സെപ്പറേറ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു v1 വെലോസിറ്റിയിലല്ലേ? v1 വെലോസിറ്റിയിലാവുമ്പോഴാണ് അത് ബൗൺസ് ചെയ്ത് മേലോട്ട് പോകുന്നത്. അപ്പോൾ അപ്പോഴാണ് സെപ്പറേഷൻ നടക്കുന്നത്. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താ? v1 അല്ലേ? അതേമാതിരി വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താ? അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ v വെലോസിറ്റിയിലാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം v ആണല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് പറയേണ്ടി വരും e എന്ന് പറയുന്നത് എന്താണ്? v1/v ആണല്ലേ? v1/v അല്ലേ? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? സോ we could write ഇവിടെ h1 = v1² ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ലെറ്റ്സ് സേ ഈ v1 പകരം v1 = എന്താക്കാം? ev എന്ന് എഴുതിക്കൂടെ ഇല്ലേ? അപ്പോൾ h1 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്നാൽ v1 എന്ന് പറയുന്നതിന് പകരം ev. അപ്പം h1 പകരം നമുക്ക് v അതായത് v² ഡിവൈഡ് ബൈ 2g ഇങ്ങനെ എഴുതിക്കൂടെ? യെസ് ഓർ നോ? ഇതല്ലേ? അപ്പം ഇങ്ങനെ എഴുതാൻ പറ്റും. അതിൽ ആരാണ് ഈ v²/2g? v²/2g എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് h അല്ലേ? v²/2g h അല്ലേ? അങ്ങനെയാണെങ്കിൽ h1 = e² × h ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതായത് h1നെ നമ്മൾ v1² ടേംസിൽ എഴുതി, ആ v1² നമ്മൾ v1നെ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്തപ്പം h1 hൻ്റെ ടേംസിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ h2 ആണെങ്കിൽ അപ്പം എന്തായിരിക്കും? h2 ആണെങ്കിൽ നമുക്ക് എഴുതേണ്ടി വരും e² × അതിൻ്റെ മുന്നത്തെ ഹൈറ്റ് എന്ത്? h1 എഴുതിക്കൂടെ?
സോ H2 is equal to E square into ഈ H1 പകരം നമുക്ക് ഈ above വാല്യൂ കൊടുക്കുകയാണെങ്കിൽ we are going to get E square into H ആണെങ്കിൽ so it is E raised to 4H. So we are getting H2 is equal to E raised to 4H അല്ലേ? H2 is equal to E raised to 4H എന്ന് കിട്ടി. So E raised to 4H എന്ന് പറഞ്ഞാൽ so this is our option C. ഇതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു ഫ്രീലി ഫാളിംഗ് സബ്സ്റ്റൻസ് നിലത്തെത്തുന്ന വെലോസിറ്റി എന്താ √2gh ആണ്. അതേപോലെ തന്നെ ഒരു ബൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് v1/v ആണ്. v1/vക്ക് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അടുത്ത സിറ്റുവേഷനിൽ ഇത് v1 വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ ഇത് v1 വെലോസിറ്റിയിൽ താഴെത്തും, പിന്നെ ബൗൺസ് ചെയ്യുക v2 വെലോസിറ്റിയിലല്ലേ, v2 വെലോസിറ്റിയിലാണെങ്കിൽ ഇറ്റ് കുഡ് ബി ഈക്വൽ ടു v2/v1 ഓൾസോ കേട്ടോ, v2/v1 ആണ്. അങ്ങനെയാണ്, ഇതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇൻ എ ബൗൺസിങ് ബോൾ. അതേപോലെ തന്നെ h is equal to E square h എന്നുള്ള റിലേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേറെ ചില പ്രോബ്ലത്തിലും യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ മൂവിങ് ഓവർ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 bodies A and B of masses 20 kg, 5 kg respectively. Each one is acted upon by a force of 4 kg weight. If they acquire same kinetic energy in times TA and TB, then find the ratio of TA and TB. അപ്പോൾ TA/TB ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ടൈമുകളുടെ റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദേ ആർ ഹാവിങ് സെയിം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം KA ഈക്വൽ ടു KB എന്ന് നമുക്ക് പറയാൻ പറ്റും. കൈനറ്റിക് എനർജി സെയിം ആണ്. പിന്നെ അവരുടെ മാസുകൾ ഇതാരാ? മാസ് ഓഫ് A ആണ്. ഇതാരാണ്? മാസ് ഓഫ് B ആണ് അല്ലേ? പിന്നെ അവരുടെ മേലെ ഉണ്ടാവുന്ന ഫോഴ്സ്, രണ്ടാളെ മേലെയും ഉണ്ടാവുന്ന ഫോഴ്സ് 4 കിലോഗ്രാം വെയിറ്റ് ആണ്. 4 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് 40 ന്യൂട്ടൺ എന്ന് പറയും അല്ലേ? 4 × G, ആ ജിയുടെ അപ്രോക്സിമേറ്റ്ലി 10 എടുക്കുകയാണ്, 40 ന്യൂട്ടൺ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² അല്ലേ? വി ആർ ഹാവിങ് എ റിലേഷൻ കൈനറ്റിക് എനർജി ആസ് ½ mv² അല്ലേ? ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈച്ച് വൺ ഇസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് ഓഫ് എത്ര? 4 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. അതിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, നമുക്ക് വെലോസിറ്റി ബൈ ടൈം എന്നൊക്കെ എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് എഴുതിക്കൂടെ? വെലോസിറ്റി ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ വി കുഡ് റൈറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m ഇൻറ്റു v² പകരം നമുക്ക് എന്ത് ചെയ്യുന്നാൽ നമ്മളുടെ A² T² എന്ന് എഴുതാം അല്ലേ? A² T² എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? T² ഈക്വൽ ടു ആണെങ്കിൽ, T² ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2k ഡിവൈഡഡ് ബൈ ma² എന്ന് എഴുതാം അല്ലേ? 2k ഡിവൈഡ് ബൈ ma² എന്ന് എഴുതാം. ഇനി ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? TA/TB അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് T ഈക്വൽ ടു ആണെങ്കിൽ √2k ഡിവൈഡഡ് ബൈ ma² ഇങ്ങനെയൊക്കെ എഴുതാം അല്ലേ? എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ഈ സാധനത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്ത്? കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പം K കോൺസ്റ്റൻ്റ് ആണ്, 2 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ T പ്രപ്പോർഷണൽ ടു 1/√ma² ആണ്. അതിൽ m റൂട്ടിൻ്റെ ഉള്ളിലും എനെ നമുക്ക് A² റൂട്ട് A ആയിട്ടുണ്ടായാലും ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? സോ വി കുഡ് റൈറ്റ് then TA/TB it should be equal to inversely proportional ആയതുകൊണ്ട് AB divided by acceleration of A into √MB divided by MA ഇങ്ങനെ എഴുതാം അല്ലേ? ഇനി നമുക്ക് എന്തറിയാം? രണ്ട് സബ്സ്റ്റൻസിൻ്റെയും മാസിനെ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് സബ്സ്റ്റൻസിൻ്റെ മേലെയും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ F is equal to MA ആണെങ്കിൽ
നമുക്ക് ഫസ്റ്റ് സബ്സ്റ്റൻസിൻ്റെ മേലുള്ള ആക്സിലറേഷനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? സോ എഫ് ഇസിക്കൽ എം എ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ആണെങ്കിൽ എഫ് ബൈ എം ചെയ്താൽ മതി അല്ലേ? സോ എ ഈക്വൽ ടു എഫ് ബൈ എം ആണെങ്കിൽ ഇതിൽ നിന്ന് വേറൊരു കാര്യം നമുക്ക് മനസ്സിലായി, രണ്ട് സിറ്റുവേഷനിലും ആര് സെയിം ആണ്? ഫോഴ്സ് സെയിം അല്ലേ? അതുകൊണ്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ? ആക്സിലറേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. അതുകൊണ്ട് വാട്ട് വി ക്യാൻ സേ ഓവർ ഹിയർ ഇസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്പം എ ബി ഡിവൈഡഡ് ബൈ എ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എം എ ഡിവൈഡഡ് ബൈ എം ബിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? എം എ ഡിവൈഡ് ബൈ എം ബിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി എ ഡിവൈഡഡ് ബൈ ടി ബി ഇസ് ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ എ എനെ നമുക്ക് എം എ ഡിവൈഡഡ് ബൈ എം ബി എന്ന് എഴുതാം. റൂട്ട് ഓഫ് ആര്? എം ബി ഡിവൈഡഡ് ബൈ എം എ. ക്യാൻ വി റൈറ്റ് ലൈക്ക് ദിസ്? സോ ഇനി നമുക്ക് ഇവിടെ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്താണ് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ വി കുഡ് റൈറ്റ് എന്താണ്? മാസ് ഓഫ് എ എത്രയാ? 20. മാസ് ഓഫ് ബി എത്രയാ? 5. റൂട്ട് ഓഫ് ഇവിടെ മാസ് ഓഫ് ബി എത്രയാ? 5 ഡിവൈഡ് ബൈ മാസ് ഓഫ് എ എത്രയാണ്? 20 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 20/5 എന്ന് പറയുമ്പം വി വിൽ ബി ഗെറ്റിംഗ് 4 റൂട്ട് 1/4 അല്ലേ? അപ്പം 4/2 വിച്ച് ഇസ് ഈക്വൽ ടു 2 അല്ലേ? അപ്പം ടൈം പീരീഡിന് റേഷ്യോ നമുക്ക് എന്ത് കിട്ടി? വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 2. സോ ഇവിടെ ടൈം പീരീഡിന് റേഷ്യോ വി ആർ ഗെറ്റിംഗ് ദ ആൻസർ ആസ് 2. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നതെന്നാൽ നമ്മളുടെ ഈ ടൈം ലിമിറ്റ് അവസാനിച്ചത് കൊണ്ട് നമ്മൾ ഇവിടെ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ യു ജസ്റ്റ് ഹാവ് ടു പ്രാക്ടീസ് ദ അതർ ക്വസ്റ്റ്യൻസ് ഓൾസോ. ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസിനെയൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തും കൂടി നോക്കേണ്ടി കേട്ടോ. ഓക്കെ, ബൈ.